ഞാൻ ഉമർ എന്നാണ് പേര്. കൊടുവള്ളിക്കടുത്ത് പന്നൂർ എന്ന സ്വദേശത്താണ്. അടുത്ത് മറ്റേ പ്രദേശമുണ്ട് മടവൂർ. മടവൂർ പറയുന്നവരെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. CM വലിയുള്ളാൻ്റെ നാടാണ്. അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ നാട്, പന്നൂർ എന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഉസ്താദായിരുന്നു. ഒരു 4 കൊല്ലം മുന്നേ മദ്രസ ചെയ്തുകൊണ്ടിരിക്കുന്നേരം, മദ്രസയിൽ പോയിക്കൊണ്ടിരിക്കുന്നേരം കുട്ടിക്കാലം മുതലേ ദർസ് പോയി. അവിടുന്ന് പിന്നെ പഠനം കഴിഞ്ഞ് മദ്രസയിൽ കയറി. അങ്ങനെ മദ്രസയിലെ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ച് ആത്മാർത്ഥമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മകളുടെ ഒരു അസുഖം മാറി എന്ന് പറഞ്ഞിട്ട് മകൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നതും അങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു, ഇതെന്താ സംഭവം, ഇത് എന്താ ഇതൊന്നും എനിക്കറിയില്ല, ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. പക്ഷേ മദ്രസയിൽ നിന്നും 7,000 റുപ്യുള്ളത് 3,500 ആക്കി ചുരുക്കിയ സമയത്ത് എന്ത് ചെയ്തു, ഞാൻ ഇനി എന്താ ചെയ്യുക, മദ്രസ പോണോ പോണ്ടേ, 3,500 റുപ്യക്ക് മദ്രസ പോണതിനേക്കാൾ നല്ല കിടന്നുറങ്ങലാണ് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്ത് മദ്രസയിൽ നിന്ന് ഒഴിവായി. അങ്ങനെ പുരേന്ന് കിടന്നുറങ്ങാൻ തീരുമാനിച്ച്. എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നുള്ളതിലേക്ക് വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് മകള് വീട്ടിലേക്ക് വരുന്നതും മകളുടെ വർഷങ്ങളായി പഴക്കമുള്ള മെൻസസ് പീരീഡിൽ വേദന, അത് റിസൾട്ട് കിട്ടി. ഇപ്പൊ ആ പ്രശ്നമല്ല ഉപ്പ എന്ന് പറഞ്ഞ് ഓടി വരുന്നതും. അപ്പോൾ ഒപ്പം തന്നെ പുതിയാപ്പിളയുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി സൈക്കിളിൽ വന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ മാറി മോളെ, ഈ കമ്പനിയുടെ എന്താണ് പ്രൊഡക്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ മോള് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ നമ്മളൊക്കെ ഒരാളോട് പറയുന്ന നേരം ഒരു പേസ്റ്റ് വാങ്ങി, അല്ലെങ്കിൽ വേറെന്തോന്ന് വാങ്ങി, അല്ലെങ്കിൽ GTS കൊണ്ടുപോയി ഇവരെ ശരിക്കും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ് ആളുകൾ പ്രൊഡക്റ്റ് എടുക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ക്ലാസ്സും എനിക്ക് കിട്ടിയില്ല. എന്നെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്തു, മകളുടെ അസുഖം മാറിയ കമ്പനിയുടെ പ്രൊഡക്റ്റ് എല്ലാം നല്ലതാവുന്നു എൻ്റെ മനസ്സിൽ ദൈവം നൽകിയതാവാം, അങ്ങനെ വിചാരിക്കുക. അല്ലാതെ ഞാൻ സ്വന്തം ഏറ്റെടുത്ത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദൈവം എന്നെ രക്ഷപ്പെടുത്താൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മദ്രസയിൽ നിന്നുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ കാലം പ്രയാസങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഇനി രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം തീരുമാനിച്ചതാണ്. ആ തീരുമാനം മകളിലൂടെ വന്നതാവാം എന്ന് കരുതിയിട്ടാണ് ഞാൻ മൈലീഫ് ഏറ്റെടുക്കുന്നത്. അവിടെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിഞ്ഞൂടെ ഇതിന് ഗൂഗിൾ മീറ്റ് എന്താണെന്ന്. എൻ്റെ മുമ്പത്തെ അവസ്ഥയും ഫോട്ടോകളൊക്കെ ഞാൻ സ്ലൈഡൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ അതിൽ ഓപ്പൺ ആക്കാൻ കഴിയുമെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും അവിടുന്ന് മകള് ഈ അസുഖം മാറിയത്, അതായത് ഇത്രയും കാലം പ്രയാസപ്പെട്ട് ജീവിച്ച ഒരു അസുഖം മാറിയപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, അല്ല മോളെ, ഇത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തൂടെ, മോളെ ഈ അസുഖം പോലെ കുറേ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവില്ലേ, അവർക്കത് കൊടുത്തൂടെ എന്ന് വെച്ചാൽ മോള് ധൈര്യത്തിന് കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ധൈര്യത്തിന് കൊടുത്തോളേ. സത്യത്തിൽ മോള് ഒറ്റ ബോട്ടിൽ കഴിച്ചിട്ടല്ലോ, ഒരു ബോട്ടിൽ കഴിച്ച് കുറഞ്ഞ ദിവസം കഴിച്ചപ്പോൾക്ക് എന്ത് ചെയ്തു, ഓക്ക് റിസൾട്ട് കിട്ടി. ആ റിസൾട്ടുമായിട്ടാണ് വന്നത്. നമ്മളൊക്കെ സാധാരണ എല്ലാവരോടും പറയുന്നത് പോലെ 1,000-ന് എടുക്കണം, 5,000-ന് എടുക്കണം, 10,000-ന് എടുക്കണം, 15,000-ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ എടുക്കണമെങ്കിൽ എന്തൊക്കെ പണിയാണെന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ പുതിയാപ്പിളിനോട് തന്നെ, മോളെ അസുഖം മാറിയ ഈ പ്രൊഡക്റ്റ്, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എനിക്ക് കുറച്ച് വേണ്ടി, ഒരു 50,000 റുപ്യക്ക് ഇത് ഇവിടെ കിട്ടാൻ എന്താ മാർഗം, മാത്രമല്ല എനിക്ക് പൈസയും കിട്ടണം. അപ്പോൾ പുതിയാപ്പിൾക്ക് ദൈവം ആ സമയത്ത് ഒരു കുറി ലഭിച്ചു. ആ കുറിൻ്റെ ഭാഗമായിട്ട് 1,00,000 റുപ്യൻ്റെ കുറിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മാസം കൊണ്ട് ഞാൻ തിരിച്ചു തരാം, നിങ്ങൾ 50,000 റുപ്യക്ക് കടം തരുമെന്ന് വെച്ചു. മൂപ്പർ തരികയും ചെയ്തു. അപ്പോൾ ആ കടം വാങ്ങി അവിടുന്ന് വീട്ടിൽ ഷോക്കേസിൽ വെച്ച്, സത്യത്തിൽ ഷോക്കേസിൽ വെച്ച എന്തിനാണെന്നറിയാം, ഉസ്താദുമാർ പൊതുവിൽ എന്താണ് പ്രയാസങ്ങളിലും കഷ്ടപ്പാടിലും ഉണ്ടാവും. പക്ഷെ അത് പുറത്തറിയിക്കാതെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അത് അവരൊരു സിസ്റ്റാണ്. ഏത് ഉസ്താദുമാർ നിങ്ങൾ കണ്ടാലും വെള്ളയിട്ട് നല്ല തലയൊക്കെ ഇട്ടും ചിലപ്പോൾ റേഡോ വാച്ചൊക്കെ ഉണ്ടാവും കൈമല്. അതേതോ ആചാര് മരണപ്പെട്ടേരം ഉസ്താദിന് അവരെ കുടുംബം കൊടുത്തതായിരിക്കും. അതുപോലെ സൈക്കിൾ ഉണ്ടാവും, സൈക്കിളും ചിലപ്പോൾ ആരോ കൊടുത്തതായിരിക്കും. ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. പക്ഷെ അതൊന്നും അവർ പുറത്ത് പറയൂല. ഈ ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മകൾ ഇത് പറയുന്നതും. അപ്പം ഞാൻ ഈ സാധനം എടുക്കുന്നതും. അപ്പം ഞാൻ ജോലി ചെയ്ത സ്ഥലത്തുള്ള ആളുകളെ, ഞാൻ മദ്രസയിൽ ജോലി ഇല്ലാതെ പുരയിൽ ഒരു ജോലിയും ഇല്ലാതെ പുരയെ കഷ്ടപ്പാടിലാണ് എന്ന് അവർ ചിന്തിക്കല്ലോ. അത് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ 50,000 റുപ്യൻ്റെ സാധനം വാങ്ങിയതും അത് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ഷോക്കേസിൽ വെച്ച് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി വാങ്ങിയതും. അല്ലാതെ ബിസിനസ് അറിഞ്ഞിട്ടല്ല, പ്ലാൻ അറിഞ്ഞിട്ടല്ല, ഒന്നുമല്ല.
ഞാൻ ഇതുവരെ ജോലി ചെയ്ത സ്ഥലത്തുള്ള ആളുകൾ ഉമർസാദ് പണിയൊന്നുമില്ലാതെ പുറകിൽ നിൽക്കല്ലേ എന്ന് ചിന്തിക്കല്ലോ എന്ന് പേടിച്ചിട്ട് അതിനെന്തോ ഒരു പരിഹാര മാർഗത്തിന് വേണ്ടിയിട്ടാണ് 50,000 റുപ്യന്റെ സാധനം വാങ്ങിയത്. സത്യത്തിൽ അതൊക്കെ ഈ സിസ്റ്റമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുന്നത്. കാരണം ഫസ്റ്റിൽ നമ്മൾ 50,000 റുപ്യന്റെ സാധനം എടുക്കുക എന്നുള്ള സിസ്റ്റമാണ്. പക്ഷെ നമ്മൾ ലീഡേഴ്സ് അങ്ങനെ പറയാറില്ല. അതുപോലെ തന്നെ മറ്റൊന്ന്, ദൈവം എന്നെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്, ഞാൻ മൈ ലൈഫിൽ മദ്രസയിൽ നിന്ന് പിരിയുന്നതിൻ്റെ കറക്റ്റ് ഒരു മാസം മുന്നേ മൈ ലൈഫിൽ ഐഡിയ എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട വിഷയം, മദ്രസയിൽ നിന്ന് പിരിയുന്നതിൻ്റെ ഒരു മാസം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, മൈ ലൈഫിൽ ഐഡിയ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു മാസം കറക്റ്റ് ആയാലാണ് മദ്രസയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഞാൻ പിരിയുന്നതും. അതുവരെ ഞാൻ തീരുമാനിച്ചില്ല. അതിൻ്റെ മുന്നേ ഓൾ ഐഡിയ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി. മൈ ലൈഫിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു മാസം ഈ മദ്രസയായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഇതിൽ നിന്നൊരു പാഠം ഞാൻ കണ്ടത് എന്താണെന്നറിയോ, ഒരാള് ഫുൾ ടൈമായി മൈ ലൈഫിലൂടെ ഇറങ്ങുകയാണെങ്കിൽ വലിയ വിജയം കിട്ടും. അതായത് ചുറ്റുഭാഗത്തുള്ള മറ്റു വരുമാനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഫുൾ ടൈം ആയിട്ട് മൈ ലൈഫിൽ ഇറങ്ങുകയാണെങ്കിൽ വലിയ വിജയം കിട്ടും. ആ ഫുൾ ടൈമായി ഇറങ്ങാൻ വേണ്ടി ദൈവം ഒപ്പിച്ച ഒരു എന്താ പറയുക, ഒരു ഗെയിം എന്നാ മനസ്സിലാക്കുന്ന ഒരു ഗെയിം. അതായത് നീ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇതിൽ വിജയിക്കും. അതിന് ഇപ്പം ജോലി ചെയ്യുന്ന മദ്രസയിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ല, ശാസ്ത്രീയപരമായി മനഃശാസ്ത്രപരമായി നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ പോലെ തന്നെ ദൈവം ചെയ്തു. മദ്രസയിൽ നിന്നും ഞാൻ ഒഴിവായി. അപ്പോൾ ഒഴിവായ സമയത്ത് ഫുൾ ടൈം ആയി. അപ്പോൾ ഫുൾ ടൈം ആയാലും എൻ്റെ ചോദ്യം എന്താ, എൻ്റെ മനസ്സിലെ ചിന്ത എന്താണ്? അപ്പോൾ ഏതായാലും അവിടുന്ന് എന്ത് ചെയ്തു, പിന്നെ ഫുൾ ടൈമായി ഇറങ്ങി. കാരണം എനിക്ക് അടുത്ത മാസം സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കണം. പൈസ കൊടുക്കണമെങ്കിൽ എനിക്ക് പൈസ കിട്ടണ്ടേ, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും പഠിച്ചോനെ, അടുത്ത മാസം പീടിയ പൈസ കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ചിന്താണ് എന്നെ ഈ മൈ ലൈഫിലേക്ക് ഫുൾ ടൈമായി ഇറക്കിയതും ആത്മാർത്ഥമായി ഇറങ്ങാൻ കാരണവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കുന്നത്, ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സത്യം പറഞ്ഞുതരാം. ഒന്ന്, വിജയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വിജയിക്കാനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ്. രണ്ടാമത്തത്, മൈ ലൈഫിൽ ഇറങ്ങുന്ന ആള് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവും. മറ്റു ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും ജോലിയും സൈഡായിട്ട് ഇതും ചെയ്യുന്ന ആളുകൾ എത്ര വലിയ ലീഡർ ആണെങ്കിലും ശരി, അവർക്ക് ഉയർച്ച കിട്ടാൻ സാധ്യത കുറവാണ്. പരാജയപ്പെടൂല, പക്ഷെ ഉയർച്ച പെട്ടെന്ന് കിട്ടണം. ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുന്നേ കണ്ണൂരുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടീമിന്റെ ഒരു ലീഡർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉമർസ അവിടെ ഉള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ടെന്ന്. എനിക്ക് നിങ്ങളൊന്ന് നേരിട്ട് കാണണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ്? ഒന്നുമില്ല, നേരിട്ട് കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഉച്ചക്ക് കൊണ്ടോട്ടി ഉണ്ടാവും, ഒരു 2 മണിയാകുമ്പോഴേക്കും കൊണ്ടോട്ടി എത്തും. അങ്ങനെ നിങ്ങൾ കൊണ്ടോട്ടി എത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇദ്ദേഹം രാവിലെ ട്രെയിന് കയറിയിട്ട് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടോട്ടി ഞാൻ മീറ്റിങ്ങിന് വരുന്ന അതേ സ്ഥലത്ത് വന്ന് 11:45 അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടാവും. 12:45, 1:45, 2, അതായത് ഒരു 2-2.25 മണിക്കൂർ ഇദ്ദേഹം എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ എത്തിയപാട് പിന്നെ ഞാൻ നടത്തുന്ന GTS ആണ് കൊണ്ടോട്ടി. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് GTS തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം സൈഡിൽ തന്നെ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ വരാൻ കാരണം, എന്താ വിഷയം എന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു, ഉമർസാദെ, നിങ്ങളെ കുറിച്ചിട്ട് 2-2.5 കൊല്ലമായി സ്ഥിരമായിട്ട് പെർഫോമൻസ് അടിക്കുന്നു. ഇതിന്റെ സീക്രട്ട് എന്താണ്, ഇതിന്റെ രഹസ്യം എന്താണ്, നിങ്ങൾ എന്തൊക്കെ പണിയാണ് ചെയ്യുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ വല്ലാതെ ചിരിച്ചുപോയി. കാരണം ഞാൻ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് അതിന്റെ രഹസ്യം. ഒന്നും ചെയ്യാറില്ല. ഒരു 100 റുപ്യന്റെ സാധനം പോലും ഒരാളോട് എടുക്കാൻ വേണ്ടി എൻ്റെ പെർഫോമൻസിന് വേണ്ടി ഇന്നേ വരെ എൻ്റെ ടീമിനോട് ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഈ പെർഫോമൻസ് കിട്ടുന്നത്? സത്യത്തിൽ അത് തുടക്കത്തിൽ ആത്മാർത്ഥമായി ഇറങ്ങിയല്ലോ. കത്തുന്ന തിരിയിൽ നിന്നേ നമുക്ക് മറ്റൊരു തിരി കത്തിക്കാൻ കഴിയുമെന്ന് ലീഡേഴ്സ്, നമ്മൾ സാറൊക്കെ പറയലുണ്ട്. കത്തുന്ന തിരിയിൽ നിന്ന് മറ്റൊരു തിരി കത്തിക്കാൻ കഴിയും. നമുക്ക് ആദ്യം കത്തിയാൽ ബാക്കിയുള്ള തിരിയൊക്കെ കത്തും. നമ്മൾ കൂടുതലൊന്നും അധ്വാനിക്കണ്ടാവും. നമ്മളൊരു വീട്ടിൽ പോയി അല്ല ഒരാളെ കണ്ട് പറയും, ബിസിനസ് ഒന്നും പറയണ്ട, പ്ലാനൊന്നും പറയണ്ട, നമ്മളെ കണ്ടപാട് തന്നെ പറയോ, ഉസ്താദെ നിങ്ങൾ പിന്നെ കൂടുതലൊന്നും സംസാരിക്കണ്ട, എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്താ ചെയ്യേണ്ട ഐഡിയ ആണ്, ഐഡിയ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അവർക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൊടുക്കണ്ട. അതെന്താണ്? എനിക്ക് കത്തിക്കുന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ? ഏതെങ്കിലും രക്ഷിതാക്കൾ ഈ ഇരിക്കുന്ന ബിബി സാറും പിന്നെ അതുപോലെ തന്നെ പിന്നെ അനന്തേട്ടൻ അല്ലെ കുറഞ്ഞ ആളുകളൊക്കെ അങ്ങനെ ചെയ്യൂല എന്നല്ല. അതായത് 1.5 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന ഒരു മോന
ഒരു ബാപ്പ ആ പണി നിർത്തി, മോനെ അതിന് പോകല്ല, മോനെ പണിക്ക് പോകല്ല, മോനെ പണി ദിവസവും പറഞ്ഞ് 1 2 3 കൊല്ലം പറഞ്ഞ് അവസാനം എന്ത് ചെയ്ത്, പിന്നെ പിന്നെ 6 മാസം മുന്നേ നാട്ടിൽ വന്ന് ഫുൾ ടൈം ആയിട്ട്, അതായത് 5 ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ പിന്നെ 5 കൊല്ലം പ്രാക്ടീസ് ഉണ്ട്. ശരിക്ക് ടൈപ്പ് റൈറ്റിംഗ് സെന്ററിൽ ഗൾഫിൽ പോയ ആളുകൾക്ക് അറിയാം, ടൈപ്പ് റൈറ്റിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മേഖല. സ്വന്തം മോന് ടൈപ്പ് റൈറ്റിംഗ് സെന്റർ തുടങ്ങാൻ വരെ കഴിവുണ്ട്. അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് 1 2 സുഹൃത്തുക്കൾ വിളിച്ചു, ഇനി വരികയാണെങ്കിൽ ഞാനും കൂടാ, പൈസ ഞാൻ ഇറക്കാം, ഇനി വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനാക്കാം എന്ന് പറഞ്ഞ് അതിലൊക്കെ ഒരു പാർട്ണർഷിപ്പായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഓൻ്റെ ഒപ്പം അയാളൊപ്പം കൂടുകയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാവും മോന്. പക്ഷെ അത് വേണ്ട മോനെ, മോൻ പോണ്ട എന്ന് പറഞ്ഞ് മോന് ഞാൻ പോണില്ല എന്ന് പറയാൻ കാരണം ഈ പ്ലാന് മോന് കത്തിച്ച് 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കത്തിയത്. അപ്പൊ ഈ 1,00,000 ശമ്പളമല്ല ഒരു മോനോട് നീ ആ പണിക്ക് പോണ്ട മോനെ എന്ന് പറയുന്ന ഒരു രക്ഷിതാവിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ആയിട്ട് മക്കളെ നമുക്ക് കിട്ടൂലേ? പക്ഷെ അതൊന്നും ബുദ്ധിയല്ല. ബുദ്ധി എന്താണ്? ഇതാണ് MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. കുറഞ്ഞ 1 2 കൊല്ലം അല്ല 2 3 കൊല്ലം കഷ്ടപ്പെടും. ഇപ്പൊ 1 2 കൊല്ലം വല്ലാതെയാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഹാർഡ് വർക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന പണി വളരെ സിമ്പിളാണ്, നിങ്ങൾ ചെയ്താൽ മതി. VB സാറൊക്കെ ചെയ്യാറുണ്ടാവും. എന്ത് നമുക്ക് കിട്ടുന്നോ നമുക്ക് സ്വന്തം അത് പൂഴ്ത്തി വെക്കാതെ അത് നമ്മളെ ടീമിലേക്ക് എത്തിച്ചു കൊടുക്കാം. അവർക്ക് ആ കഴിവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എവിടുന്ന് എന്ത് കിട്ടിയാലും അത് കട്ട് ചെയ്ത് ഭംഗിയാക്കി നമ്മൾ ടീമിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പണി. അത് ചെറിയ പണിയല്ല, അത് എഡിറ്റ് ചെയ്യാനൊക്കെ ലേസം അറിയണം. അറിഞ്ഞാൽ വളരെ സുന്ദരമായി ടീമിലേക്ക് എത്തിച്ചു കൊടുത്താൽ. ഇപ്പൊ VB സാർ എന്നെ കുറിച്ചിട്ട് എന്തോന്ന് പറയുകയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. എന്റെ സിസ്റ്റർ ആര് പറഞ്ഞാലോ, ഇനി പിന്നെ മോഹൻ സാർ ഒരു സംഗതി എന്നെ കുറിച്ചിട്ട് പറയാണ് നല്ലത് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യും. എന്റെ റെക്കോർഡ് എന്റെ മഹത്വം ജനങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് ഞാൻ ആക്റ്റീവ് ഉള്ള ലീഡറാണെന്ന് മൈലൈഫുള്ള എല്ലാ മൈലൈഫ് ചെയ്യാത്തവരെയും ചെയ്യുന്നവർക്കും ഒക്കെ ഉമർ ഉസ്താദ് ആക്റ്റീവാണ് എന്നുള്ളത് വരുത്തി തീർക്കണം. അതിന് എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ഞാൻ എടുക്കും. ആരെങ്കിലും എന്തെങ്കിലും എന്നെ കുറിച്ച് സൂമിലോ മറ്റോ പറയുകയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫേസ്ബുക്കിലും യൂട്യൂബിലും ടെലഗ്രാമിലും എല്ലാം കട്ട് ചെയ്ത് കയറ്റും. അതെൻ്റെ ഒരു ഹോബിയാണ്. സത്യത്തിൽ അതൊരു സിസ്റ്റാണത്. അതായത് നമ്മളെ ടീമിനും പുറത്തുള്ള ടീമിനും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെ അവര് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ പിന്നെ എവിടുന്ന് എന്ത് കിട്ടിയാലും നമ്മൾ ടീമിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള സംഭവം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്താണ് അയ്യൂബ് സാർ എന്നോട് വന്നിട്ട്, ദുനിയാവിൽ ഒരു ചിന്തയും എനിക്കില്ല, എങ്ങനെ എങ്ങനെ അതായത് ഞാൻ മനസ്സിലാക്കിയത്, ഞാനും എൻ്റെ ഉപ്പക്ക് 8 മക്കളുണ്ട്, വല്യപ്പക്ക് 10 മക്കളുണ്ട്. അവരെ മക്കളും മക്കളെ മക്കളും ഒന്നും എന്ത് ചെയ്തില്ല, ഒരു രക്ഷപ്പെട്ടിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ തന്നെ ഞാനും അങ്ങ് പോകും, ഞാനങ്ങ് മരിക്കും, ഞാൻ എൻ്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം നമ്മളിപ്പോൾ തന്നെ ആയിരിക്കും മക്കളും എന്നുള്ള എനിക്ക് ഞാൻ ദുനിയാവിൽ ഈ ലോകത്തുള്ള ഒരു സുഖങ്ങളും എനിക്ക് കിട്ടൂലെന്ന് ചിന്തിച്ച് ജീവിച്ച് മുന്നോട്ട് പോയ ഒരു സമയത്താണ് അയ്യൂബ് സാർ, അതായത് മോള് ബന്ധപ്പെട്ട സ്ഥിതിക്ക് അയ്യൂബ് സാർ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ വീട്ടിൽ വരുന്നതിലുള്ള അവസ്ഥ പുതിയ ആളുകളൊക്കെ മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ പറയുന്നതാണ്. അതായത് ഒരു ബനിയൻ ഉണ്ടാവും, 100 ഓട്ടമുള്ള ബനിയന്, കയ്യിലൊരു ബനിയന്. അതായത് ആ ബനിയന് കഴിക്കൽ തന്നെയല്ല, അതായത് പിന്നെ എന്താ പറയാ, പിന്നെ തിരുമ്പയില്ല, കുളിക്കില്ല, താടിയും വെട്ടൂല, മുടിയും വെട്ടൂല, മീശയും വെട്ടൂല, ഇങ്ങനത്തെ ഒരു അവസ്ഥകളൊന്നും ആലോചിച്ച് എന്റെ ഫോട്ടോയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാം. മുമ്പത്തെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അതെങ്ങനെ കാണിച്ചു തരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അവസാനം. ഏതായാലും ആ ഒരു മനുഷ്യനോട് ഫസ്റ്റിൽ വന്ന് ചോദിക്കുന്നതാണ്, ഉമർ ഉസ്താദ് നമുക്ക് ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ, നമുക്കൊരു കാറൊക്കെ എടുക്കണ്ടേ? ഞാൻ ഞെട്ടിപ്പോയി. കാർ എടുക്കുന്നത് പോയിട്ട് സൈക്കിൾ എടുക്കുന്നത് പോലും ആലോചിക്കാത്ത ഒരു പടപ്പിനോടാണ് അദ്ദേഹം വന്ന് ചോദിക്കുന്നത്, ഉമർ ഉസ്താദ് നമുക്ക് കാർ എടുക്കണ്ടേ? നിങ്ങളൊന്ന് അവിടെ ചിന്തിക്കേണ്ട, ദൈവം അല്ലെങ്കിൽ അള്ളാഹു താല എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി അയ്യൂബ് സാറിലൂടെ വന്ന് ചോദിക്കുന്ന ഫസ്റ്റിലെ ചോദ്യമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് 4 വിഭാഗം ആളുകളാണ് മൈ ലൈഫിൽ ഉണ്ടാവുക. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്, ഞാൻ ഏത് വിഭാഗത്തിലാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കഴിവുണ്ട് താല്പര്യമുണ്ട്. ചില ആളുകൾക്ക് ഉണ്ടാവും കഴിവുണ്ട് താല്പര്യമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടതാണ് VB സാറും. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരാളെ പേരെടുത്ത് പറയില്ല, ഒരാളുടെ മാത്രം പറയാം. പലരും ഉണ്ട്, അവർക്ക് കഴിവുണ്ട് താല്പര്യമുണ്ട്, അവര് വിജയിക്കും, ജീവിതത്തിൽ വിജയിക്കും, മൈ ലൈഫിലൂടെ വിജയിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, കഴിവില്ല. നല്ലോണം ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടും. ചില ആളുകൾ വേഗം മെമ്മറി കൊണ്ടുവന്നാൽ മതി. നമ്മളെ ടീമിലുള്ള ആളുകൾ താല്പര്യമുണ്ട്, കഴിവില്ല.
അവർക്ക് നമുക്ക് കഴിവുണ്ടാക്കി കൊടുക്കാം. നമ്മൾ ലീഡേഴ്സ് പോയിട്ട് ഇപ്പം എന്താണ് കഴിവ്, പിന്നെ ഐഡിയ അടിക്കാനില്ല, അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ പോസ്റ്റർ ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. മൂന്നാമത്തെ വിഭാഗം ഉണ്ട്, അതിൽപ്പെട്ട ഞാൻ. എനിക്ക് കഴിവുണ്ട്, താല്പര്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ താല്പര്യമുണ്ട്, കഴിവില്ലാത്തവര്. ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ ആ വിഭാഗത്തില. കഴിവുണ്ട്, താല്പര്യമില്ല, ബിസിനസ്സിനോടൊന്നും താല്പര്യമില്ല, അതിലൊന്നും വിജയിക്കൂല എന്നുള്ള ചിന്ത. ആ ഒരവസ്ഥയിലാണ് അയ്യൂബ് സാർ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റിൽ എന്നോട് ചോദിക്കുന്നു, ഉമർ ഉസ്താദെ നമുക്കൊരു കാറൊക്കെ എടുക്കണ്ടേ? ജീവിതത്തിൽ ഇന്നേ വരെ 100 റുപ്യമാണോ ഉമർ ഉസ്താദെ എന്ന് വെറുതെ ആരും എന്നോട് ചോദിക്കാത്ത ഒരു ലീഡർ വന്ന് ചോദിക്കാണ് എന്നോട്, ഉമർ ഉസ്താദെ നമുക്ക് ഒരു കാർ എടുക്കണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, കാറൊക്കെ എടുക്കാൻ കഴിയുമോ അയ്യൂബ് സാറേ? നിങ്ങൾ എന്താ പറയുന്നത്? ഉമർ സാ, നിങ്ങൾ കട്ടക്കിൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ കാറല്ല, അതിൻ്റെ അപ്പുറത്തെ കാറ് നമുക്ക് എടുക്കാൻ കഴിയും, നിങ്ങൾ ബേജാറല്ല, ഞാൻ കട്ടക്കുണ്ട്. ആ ഒരു ധൈര്യം എപ്പോഴും എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം ഉണ്ടല്ലോ, കോൺഫിഡൻറ്റ്. അതായത് ഉമർ സാ, നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ റെഡി, ഒരു കൊല്ലം കൊണ്ട് കാറ് ഞാൻ എടുപ്പിക്കും. ഒരു മനുഷ്യൻ്റെ ആ ആർജവാണ് അന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, അന്ന് എന്നെ പിന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്തത്. കാരണം കാറൊക്കെ എടുക്കാൻ കഴിയുന്ന എന്ത് ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം പറയുന്നത്. ഏതോ ഒരു മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്ന് പറയല്ലേ, നമ്മൾ ഈ പറയുന്ന നേരം നമുക്ക് കോൺഫിഡൻ്റ് ഇല്ല, ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചില ആളുകൾ പറയല്ലോ എനിക്ക് ആരെയും കിട്ടില്ല, ആരെയും കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പറയുന്നിടത്ത് കോൺഫിഡൻ്റ് നമുക്ക് ഉണ്ടാവണം. ഞാൻ പറയും എൻ്റെ ടീമിനോട് മുഴുവൻ ഞാൻ നല്ല കോൺഫിഡൻറ്റ് കൊടുത്തിട്ടാൻ പറയല്ലേ. കാരണം എന്താണ്, എനിക്കത് സാധിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ ടീമിനും കൊടുത്തൂടെ. അപ്പോൾ അയ്യബ് സാറിനോട് തന്നെ കാർ എടുക്കണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ വല്ലാതെ ആകൃഷ്ടനായി. കാറ് ഞാൻ എടുക്കും ഒരു കൊല്ലം കൊണ്ട്. അപ്പോൾ എന്താ അയ്യബ് സാറെ വേണ്ടി? ഒന്നുമില്ല മുർസ, നിങ്ങളുടെ കട്ടക്കിൻ്റെ ഒപ്പം നിന്നാൽ മതി. അപ്പോൾ അവിടെ എന്ത് ചെയ്തെന്നറിയോ, കട്ടക്ക് എന്നെ കൊണ്ടുവന്ന് അയ്യൂബ് സാറുടെ കാൽ കീഴിൽ അദ്ദേഹത്തിന്റെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാലിർ ഹാലിർ ഹാലിർ. നിങ്ങൾ എന്ത് പറയുന്നു അയ്യൂബ് സാർ? ഓക്കെ ഓക്കെ ഓക്കെ. അയ്യൂബ് സാർ എന്ത് പറഞ്ഞാലും എതിര് പറയാത്തൊരവസ്ഥയിൽ ഞാൻ അയ്യൂബ് സാറെ പിന്തുടർന്നു. സത്യത്തിൽ ഒരു കൊല്ലമായപ്പോഴേക്ക് ഞാൻ STC ആക്കി. ആ ഒരു കൊല്ലമായപ്പോഴേക്ക് എന്ത് ചെയ്തത്, ഒരു ബി സാറും റമീ സാറും ഷാഹിർ സാറും അയ്യൂബ് സാറും എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ മൈ ലൈഫിൽ STC ആയിട്ടുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ അന്നുണ്ട്. അതായത് ഇത് ലീഡേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണോ, എന്നെ കുത്തിപ്പൊന്തിക്കാണോ, എന്നെ കുഞ്ഞാപ്പാക്കാണോ? അതായത് ലീഡേഴ്സിന് വല്ല വരുമാനം കിട്ടുക, അങ്ങനെ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു, പിന്നെ അല്ല, ഇത് ലീഡേഴ്സിന് കാറെടുത്താൽ പിന്നെ നമ്മൾ കുടുങ്ങല്ലോ. അപ്പൊ കുടുങ്ങിയാൽ പിന്നെ നമ്മൾ മൈലേജ് വിടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു താല്പര്യത്തിനാണോ അയ്യൂബ് സാറും വിലക്ക് വരുന്നത്? അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, മോനെ, അന്ന് മോൻ ഗൾഫ് പോയി, പിന്നെ മോനോട് വാട്സാപ്പിൽ പറഞ്ഞു, മോനെ ഇങ്ങനെ അയ്യൂബ് സാറും വിലക്ക വന്നേക്ക്, കാർ എടുക്കുകയാണെങ്കിൽ മോനും അടവിനും മോനും കൂടൂലേ, അപ്പോൾ ഓൻ്റെ കോൺഫിഡൻസും കിട്ടും. ഇപ്പൊ ആ ധൈര്യത്തിന് എടുത്തോളേ, മൈ ലൈഫിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ തരുന്നുണ്ട്. അങ്ങനെ ഇവര് ലീഡേഴ്സ് വന്ന് കാർ എടുക്കാൻ തീരുമാനിച്ചു. ഏത് കാറും തീരുമാനിച്ചു. അപ്പോൾ ബ്രിസ കാറ് എന്നെ കൊണ്ട് കഴിയുന്നത് അതാണ്, 9 ലക്ഷത്തിന്റെ ബ്രിസ കാർ എടുക്കാൻ തന്നെ. അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ ബ്രിസ കാർ എടുത്തു. പക്ഷെ അവിടെ ഞാൻ നേരത്തെ ഒരു നെഗറ്റീവ് പറഞ്ഞത് ഇപ്പം തന്നെ തിരുത്തി തരാം. അതായത് ലീഡേഴ്സിന് വരുമാനം വേണ്ടിയിട്ടായാലും ലീഡേഴ്സിന് ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിന്ത എന്നുള്ള എൻ്റെ മനസ്സിൽ നിന്നും പിന്നെ ആ ചിന്ത ഒഴിവാവാൻ കാരണം, അന്ന് ബ്രിസ കൊടുക്കുന്നത് വരെ ഒരു മാസം പോലും എൻ്റെ മോന് ഇതിലേക്ക് അടവിന് വേണ്ടിയിട്ട് ഒരു നയ പൈസക്ക് തന്നില്ല. ഞാൻ മൈ ലൈഫിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് എന്നാണ് എന്ത് ചെയ്ത് ബ്രിസ കാറിന്റെ അടവടച്ചത്. അപ്പൊ എൻ്റെ തെറ്റിദ്ധാരണ അതോടുകൂടി മാറി. ഇത് മോനോട് ഞാൻ പറഞ്ഞേ, എനിക്ക് വരുമാനം ഇല്ലെങ്കിലും മതി. നോക്കുന്നേരം കാർ എടുത്ത പാട് പിന്നെ ആളുകൾ മറ്റൊരു സിസ്റ്റത്തിൽ നമ്മളെ കാണണേ. അതുവരെ കാർ എടുക്കാതെ നമ്മള് മുറുസ്താദ് കാർ എടുത്തോ എന്ന് ചോദിച്ചു. പിന്നെ ടീമിലും എൻ്റെ നാട്ടിലും ഒക്കെ മറ്റൊരു ലോകത്തേക്കാണ് നീങ്ങിയേ. അത് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ അടിത്തട്ടിൽ ജീവിച്ച ആളുകൾക്ക് മനസ്സിലാവും. ഒന്നും അല്ലാത്ത ഒരാള് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു കാർ ഏതാണെന്നൊന്നും ജനങ്ങളും നാട്ടുകാരും ഒന്നും ആലോചിക്കില്ലല്ലോ. കാർ എടുത്തപാട് എൻ്റെ സിസ്റ്റത്തിൽ ആകെ മാറ്റം വന്നു. അതുവരെയുള്ള എൻ്റെ ഉള്ളിൽ കോൺഫിഡൻറ്റ് വന്നു. എനിക്ക് ഇതിൽ നിന്നും അടവടിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം വന്നു. ഉള്ളിലൊരു കത്തൽ കൂടി. ആ കത്തൽ കൂടിയ കാരണം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, അയ്യൂബ് സാർ എന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതായത് കഴിവുണ്ട്, താല്പര്യമില്ലാത്ത എന്നെ താല്പര്യം ഉണ്ടാക്കിയെടുത്തു. നാലാമത്തെ ഒരു വിഭാഗം ഉണ്ട്, ഏത്? കഴിവുമില്ല, താല്പര്യമില്ല. അവരെ നമ്മൾ വെറുതെ നമ്മൾ സമയം കളഞ്ഞ് അവരെ പിന്നാലെ നടന്ന്
വെറുതെ നമ്മൾ സമയം കളയരുത് എന്നൊക്കെ പറയാനുള്ളത്. അവരെ വിട്ടേക്കാം, അത് നമുക്ക് തിരിയും കുറച്ച് കഴിയുന്നേരം. അപ്പൊ 4 വിഭാഗം നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ ടീമിൽ അങ്ങനത്തെ ആളുകളാണോ നോക്കി. വളരെ കറക്റ്റാണ്, ഞാൻ അത് അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അത് ഏതോ ലീഡർ അയ്യപ്പ് സാർ ആരോ ഒന്ന് പറഞ്ഞത് കേട്ടാരെ ഞാൻ അതിന്റെ ടീമിലേക്ക് ഒന്ന് നോക്കി. അപ്പൊ എന്റെ ടീമിലുള്ള ആളുകളൊക്കെ കഴിവും താല്പര്യമുള്ള ആളുകൾ RTCയും STCയും അതുപോലെ തന്നെ വലിയ റാങ്കിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ താല്പര്യമുണ്ട്, കഴിവില്ലാത്ത ആളുകളും അങ്ങനെ തന്നെ കഴിവുണ്ടാക്കി കൊടുത്ത് വന്നിട്ടുണ്ട്. കഴിവുണ്ട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കി കൊടുത്ത് അവരും വന്നിട്ടുണ്ട്. ഈ താല്പര്യം കഴിവില്ലാത്ത ആളുകളുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല, സൂമിലും വരൂല, വീഡിയോയിൽ വരാൻ പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒന്ന് വന്ന് നമ്മളൊന്ന് ലീഡേഴ്സിന്റെ മുഖം കാണിച്ച് പിന്നെ വീഡിയോ നിന്ന് പോകും. ഇങ്ങനെ പിടിച്ചിട്ട് അവരെപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവാം. അവർക്ക് കഴിവും താല്പര്യവും അവർക്കില്ല എന്നുള്ളതാണ് ഞാൻ സെലക്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു വാട്സാപ്പിൽ ഒരു ഓഡിയോ ആക്കാൻ പറഞ്ഞാൽ തീരില്ല, അവരാക്കൂല. എന്തിനും അവർ ബാക്കോട്ട് മാറിക്കാളും, എന്ത് വിഷയം പറഞ്ഞാൽ ബാക്കോട്ട് മാറിക്കാളും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിഭാഗത്തിൽ ഈ കേൾക്കുന്ന 70 ആളുകളിൽ എത്ര പേരാണ് ബാക്കോട്ട് മാറി മറിയുന്നത്. ലീഡേഴ്സ് പറയുന്ന നേരം കുടുക്കിട്ട് വലിക്കുന്ന നേരം ഇല്ല ബാക്കോട്ട് മാറുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവർ ശ്രദ്ധിച്ച എനിക്ക് കഴിവും താല്പര്യവും ഇല്ലാത്ത വിഭാഗത്തിലാണോ ഞാൻ ഉൾപ്പെട്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് അത് മാറ്റിയിട്ട് കഴിവും താല്പര്യമുള്ള ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ ഒരു രഹസ്യം. അങ്ങനെ എന്ത് ചെയ്തു, 4 വിഭാഗത്തെ പറഞ്ഞു. അങ്ങനെ അയ്യപ്പ് സാർ എന്നെ കാർ എടുത്തതിന്റെ ശേഷം പിന്നെ എന്താ ചരിത്രങ്ങളുടെ തുടക്കാണ്. പിന്നെ മോളൊരു പൊറുക്കൂടല്ല, ഞാൻ മോളെ വീട്ടിലാണ്. അപ്പോ വലിയ ഒച്ചത്തിൽ ഞാൻ പറയുന്നില്ല, അതാലോ മോളെ വീട്ടിൽ തേപ്പിന്റെ പണി തുടങ്ങുന്ന സമയത്താണ് ഞാൻ മദ്രസയിലേക്ക് ഈ ബിസിനസ്സിലേക്ക് വന്നതും. ഏതായാലും ഒന്നും കൊടുക്കാൻ കഴിയൂല, ഒരു കട്ടിൽ പോയിട്ട് ഒരു തലയണ പോലും മാടിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും 2-3 ലക്ഷത്തിന്റെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മോക്ക് മാടിച്ചു കൊടുത്തത് മൈലീഫിന്റെ പൈസ കൊണ്ടാണ്. അപ്പൊ രണ്ടാമത്തെ നേട്ടം, ഒന്ന് കാർ എടുത്ത്, രണ്ടാമത്തത് മോക്ക് ഒരു 3 ലക്ഷത്തിന്റെ, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടുന്ന് മോളിനോട് പറഞ്ഞു ഉപ്പ പച്ചക്കറി മുറിച്ചിടുന്ന കൈമലിടുന്ന ഒരു ഉറ ഉണ്ട്. അപ്പൊ ആ ഉറ ഇല്ലാന്ന് നേരം നമ്മളെ മൈലേജിന്റെ കാറിൽ പോയി AC ഇട്ടിട്ട് കടയിൽ പോയിട്ട് ആ ഒരു ഉറക്ക് വേണ്ടിയിട്ട് പോയി. അപ്പൊ അത് ഇവിടെ മാർച്ചുണ്ട് കൊടുത്ത് മോള് പറഞ്ഞു ഉപ്പ ഇനി ഒന്നും വേണ്ട, എല്ലാം ഉണ്ട്, ഒക്കെ വേണ്ടിയ പാത്രങ്ങളും ഒക്കെ വേണ്ടിയ സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് മാർച്ചു കൊടുക്കുക. ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത് 3 ലക്ഷം ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു നയാ പൈസ ഇല്ലാത്ത ആളാണ് മൈലേജിൽ വന്ന് കാർ എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലതും ചെയ്തു. അതിലിപ്പോ അടുത്ത് ഒരു 1,30,000 റുപ്യന്റെ ഒരു ടാബ് എടുത്തു. അതുപോലെ തന്നെ എൻ്റെ മകന്റെ കല്യാണം മഹർ ഒരു 5 പവന് മഹർ കൊടുത്തിട്ടുണ്ട്. ആ 5 പവന് മഹറിൽ ഒരു നയ പൈസയും മകനെ കൊണ്ട് കൊടുപ്പിക്കാതെ അത് മുഴുവനും ഓനോട് പറഞ്ഞ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അവിടെ വെച്ചോ, മഹർ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ 5 പവന് മഹർ ഞാൻ ഈ മൈലൈഫിലേക്ക് വന്ന മൈലൈഫിന്റെ പൈസ കൊണ്ട് എനിക്ക് കൊടുക്കാൻ സാധിച്ചു. ഇവിടെ ഞാൻ 2-3 എണ്ണത്തിൽ ഒന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത, എൻ്റെ പിതാവിൽ നിന്ന് സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ട ഒരു ടീമിലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇത് ചെയ്ത് എൻ്റെ ഉപ്പ എനിക്ക് ചെയ്തു തരാൻ കഴിയാത്ത ഒന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പൊ 2 മക്കൾക്കും ചെയ്തു കൊടുത്തു. ഇപ്പൊ ഒരു മാസം മുന്നേ, ഒരു 1.5 മാസം മുന്നേ എന്ത് ചെയ്തു, ഒരു ബുള്ളറ്റ് എടുത്തു മക്കൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്ത് ആ ബുള്ളറ്റ് എടുത്തു കൊടുത്ത് ആ ബുള്ളറ്റുമ്മലാണ് ഇപ്പൊ മക്കള് ബിസിനസ്സിന് പോണത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഒന്നും അല്ലാത്ത ഒരു ഉമർസ്ഥാദിനെ 3-4 കൊല്ലം കൊണ്ട് ഈ അവസ്ഥയിൽ എത്തിക്കാൻ മൈലൈഫിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇനി എന്തിനാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചന്റെ ഒരു സംഭവം പറഞ്ഞുതരാം ബിബി സാറേ. അതായത് ഈ കണക്ക് കൂട്ടുന്ന കാൽക്കുലേറ്റർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, അതിനെന്താ പറയല്, ഇംഗ്ലീഷ് എന്തോന്ന് പറയലുണ്ട്, ഗുണിക്കണം. മലയാളം ഇംഗ്ലീഷിൽ എന്തോന്ന് പറയലുണ്ട്. മോൻ എന്നോട് പറഞ്ഞ് എന്തോ ഒരു കണക്ക് ചോദിച്ചാലും കണക്ക് പറഞ്ഞുതരാം. അത് ഇൻറ്റു ഉപ്പ എന്തോ നടിച്ച് അക്കം പറഞ്ഞിട്ട് പറഞ്ഞു ഇൻറ്റു അടിക്കുക. അപ്പൊ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഏതാണ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ് മോനെ, അപ്പൊ പറഞ്ഞു ഗുണിക്കണമെന്ന്. അപ്പൊ ഗുണിക്കണം എന്നുള്ള ഏതാ മോനെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ബാക്കിലിരിക്കുക, ഓൻ മുന്നിലല്ലോ ഡ്രൈവ് ചെയ്യുക. അപ്പൊ ഞാൻ ചോദിച്ചു തെറ്റ് പോലെയുള്ള അസംഭവമാണോ എന്ന് ചോദിച്ചു.
അപ്പൊ ഓനെ കാണിച്ചെടുത്തു. അപ്പൊ ഓൻ എന്നോട് പറഞ്ഞ് ഉപ്പ ഇത് തന്നെയാണ്, നിങ്ങൾ വല്ലാത്തൊരു ഇപ്പൊ അടുത്ത് തന്നെയാണ്, ഒരു ഗുണിക്കണം എന്നുള്ളത് പോലും തിരിയാത്ത നിങ്ങൾ NTC ആയത് അത്ഭുതം തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ചിലക്കാതെ പോയിക്ക അവിടുന്ന്. ഞാൻ ഗുണിക്കണം എന്നുള്ളക്ക് തിരിഞ്ഞില്ലെങ്കിൽ എനിക്ക് മാസം ലക്ഷങ്ങൾ വരുമാനം വരുന്നുണ്ട്. ഇനി വരുമാനം തരാൻ നോക്ക്, നിന്റെ കുറവും നിന്റെ കുറ്റവും നോക്കി നടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യേ, ഗുണിക്കണമെന്ന് പഠിച്ചിട്ട് എനിക്ക് എത്ര വരുമാനം വരുന്നുണ്ട്, എനിക്ക് എത്ര വരുമാനം വരുന്നുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് അങ്ങി ചാടണ്ട തമാശയൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് ശരിയാണ്, ഇപ്പൊ ഇത് വല്ലാത്തൊരു ബിസിനസ്സാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്, വെറുതെ പറയല്ലാന്ന്. അതായത് കഴിഞ്ഞ ഒരു മാസം മുന്നേ ഉണ്ടായ സംഭവം കേൾക്കണോ? ഈ ടാബില് ഞാനിങ്ങനെ കളിക്കോ ഒരു പോക്കാട്ട് പോല. അപ്പൊ അതിൽ കുറെ ഫയലുകളുണ്ട്. ഫയലുകളൊക്കെ ഞാൻ എന്ത് ചെയ്ത് എന്തോന്നിങ്ങനെ ചെയ്യുന്നേരം ഓക്കെ അടിക്കണമെന്നാ ചോദിക്കുന്നത്. അതായത് ഡിലീറ്റ് ചെയ്യണമെന്നാ ചോദിക്കുന്നത്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ അടിക്കാനാ പറയുന്നത്. അപ്പൊ എന്റെ മനസ്സിലുള്ള ഓക്കെ പറഞ്ഞാലൊക്കെ ക്ലിയർ ആവും, ഓക്കെ അതിനുള്ളതാണെന്ന് എന്റെ മനസ്സിലായി. അപ്പൊ ഞാൻ ഓക്കെ അടിക്കാൻ നേരത്ത് മോൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഓക്കെ അടിക്കല്ലേ എന്ന് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്കെ അടിച്ചു ആ ഫയൽ മുഴുവനായിട്ട് ഡിലീറ്റ് ആക്കി. ഡിലീറ്റ് ആയി. കാരണം ഞാൻ വിചാരിക്കുന്ന ഓക്കെ അടിച്ചാൽ അത് റെഡി എന്തോന്ന് കണ്ടാലും ഓക്കെ അടിച്ചാ. അപ്പൊ ഇതൊക്കെ ഡിലീറ്റ് ആക്കണോന്നാ എന്നോട് ചോദിക്കുന്നത്. ഞാൻ എന്താ മനസ്സിലാക്കി, ഓക്കെ ഒക്കെ റെഡിയാണ് എന്നുള്ള അർത്ഥം ഞാൻ ഓക്കെ അടിച്ച് ഓൻ പറയുന്നതിൻ്റെ അടുക്ക് ഓക്കെ അടിക്കല് ആ ഫയൽ മുഴുവൻ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സാറുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഞാൻ വെറുതെ എൻ്റെ അവസ്ഥനെ ഞാൻ ഉണ്ടാക്കി പറയല്ല. ഇങ്ങനത്തെ ഒരാൾക്ക് മൈ ലൈഫിൽ നിന്ന് 3 കൊല്ലം കൊണ്ട് NTC ആയിട്ടുണ്ടെങ്കിലും 2 കൊല്ലം കൊണ്ട് പെർഫോമൻസ് സ്ഥിരമായിട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് പൊട്ടന്മാർക്കും ചെയ്യാൻ പറ്റിയ ബിസിനസ് അല്ല ഇത്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോട് ചോദിക്കും, ആർക്കും എനിക്ക് വയസ്സാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഈ എന്താ ഗുണിക്കണം, ഗുണിക്കണം എന്ന സംഭവം പോലും അറിയാത്ത ഒരു മനുഷ്യന് കോടികളുടെ 13 കോടി 14 കോടി ഉറുപ്പ്യന്റെ സാധനമാണ് 4 കൊല്ലം കൊണ്ട് കമ്പനിക്ക് ഞാൻ ചിലവാക്കി കൊടുത്ത് 14 കോടി ഉറുപ്പ്യന്റെ സാധനം. നാളെ എൻ്റെ മോന് കണക്കിൽ വിദഗ്ധനാ. അപ്പൊ എന്നോട് പറഞ്ഞ്, ഉപ്പ അങ്ങക്ക് ഒരു മിനിറ്റിൽ കിടന്നുറങ്ങുന്നേരം എത്ര വരുമാനം വരുന്നുണ്ട് എന്റെ ഫോണിലുണ്ടോ? ഓൻ കണക്ക് കൂട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഉപ്പ അങ്ങക്ക് ഒരു മിനിറ്റിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളെ വരുമാനം എത്രയാണെന്ന് അറിയാമെന്ന് വെച്ചാൽ. ഞാൻ എനിക്കറിയില്ല, ഞാൻ കൂട്ടിയില്ല. എന്നാ ഞാൻ കൂട്ടി തരാൻ പറഞ്ഞു. ഏത്, ഞാൻ കളിക്കുന്നേരം, ഞാൻ കുളിക്കുന്നേരം, ഞാൻ ഉറങ്ങുന്നേരം എനിക്ക് ഓരോ മിനിറ്റിൽ മൈ ലൈഫിലേക്ക് വന്ന് ആ സമയം മുതൽ ഓരോ മിനിറ്റിലേക്ക് വരുന്ന വരുമാനം, ഓരോ സെക്കൻഡിൽ വരുന്ന വരുമാനം, ഓരോ ദിവസം വരുന്ന വരുമാനം, ഓരോ ആഴ്ച വരുന്ന വരുമാനം, ഓരോ മാസം വരുന്ന വരുമാനം കറക്റ്റ് ആയിട്ട് ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കണക്ക് കൂട്ടിയത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് കണക്കൂട്ടിയാതെ, അതായത് ഒരു മിനിറ്റില് അതാ, ഒരു മിനിറ്റില് 2 ഉറുപ്പ്യാണ് എനിക്ക് വരുമാനം. ഒരു മിനിറ്റ് 2 ഉറുപ്പ്യ. നമ്മളിപ്പോ എത്ര മിനിറ്റായി സംസാരിക്കുന്ന? 6 മണിക്ക് തുടങ്ങിയില്ലേ, 36 അരമണിക്കൂറായി. ഇപ്പൊ ഒക്കെക്ക് 2 ഉറുപ്പ്യ വീതം 36 മിനിറ്റ് നിങ്ങൾ കൂട്ടി നോക്കി. 2 ഉറുപ്പ്യ വീതം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ഞാൻ സംസാരിക്കുന്നു, ഞാൻ സൂമിൽ കയറുന്നു, ഞാൻ യാത്ര ചെയ്യുന്നു, ഞാൻ കുളിക്കുന്നു, ഞാൻ ചിരിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു. അവിടെ എനിക്ക് ഒരു മിനിറ്റിൽ 2 ഉറുപ്പ്യാണ് വരുമാനം. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു മണിക്കൂറിലേക്ക് എത്ര വരുമാനം ഉണ്ട്, ഒരു ദിവസത്തേക്ക് എത്ര വരുമാനം ഉണ്ടാവും, ഒരാഴ്ചയിലേക്ക് എത്ര വരുമാനം ഉണ്ടാവും, ഒരു മാസത്തേക്ക് എത്ര വരുമാനം ഉണ്ടാവും. ഇത് ചിന്തിക്കാനുള്ള തലച്ചോറില്ലാത്ത നമ്മള് ലീഡേഴ്സ് പറയുന്ന സമയത്ത് പോലും നമ്മൾ ഇത് ആർക്കോ വേണ്ടിയിട്ട് മാറ്റിക്കളഞ്ഞാൽ ഇതിനേക്കാൾ രക്ഷപ്പെടാൻ പറ്റിയ ഒരു മേഖല ഇന്ന് ഭൂലോകത്ത് ദൈവം നമുക്ക് തരാനില്ല. ഈ തിരിച്ചറിവ്, ഈ സംസാരം കേട്ട്, എൻ്റെ സംസാരം കേട്ട് നിങ്ങൾ ഇന്ന് മുതൽ തിരിച്ചറിഞ്ഞാൽ വേറൊന്നും ചെയ്യേണ്ട, നമുക്ക് ഇതിൽ വിജയിക്കാൻ ഇത് മാത്രം മതി എന്ന് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് എന്താണ്, ഞാൻ ചെയ്യുന്ന പരിപാടികൾ, ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ടീമിലേക്ക് എത്തിച്ചു കൊടുക്കാണ്. ബ്രോ, പിന്നെ ഫേസ്ബുക്ക്, പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കമ്പനിയുടെ മുമ്പേ വന്ന എന്തൊരു പേരുള്ള ഒരു കമ്പനി ഉണ്ടല്ലോ, മൈലൈഫിന്റെ മുമ്പേ അല്ല, അവരൊന്നും ഫേസ്ബുക്കിലൊന്നും പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു പോസ്റ്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്താണെന്ന് അറിയോ, മുമ്പ് ചുടുവെള്ളത്തിൽ വീണ ആളുകള് പച്ചവെള്ളം കണ്ട പൂച്ച പച്ചവെള്ളം കണ്ട പൊരിക്കുന്ന പോലെ, മുമ്പ് ഏതോ ടീമിൽ മണിച്ചയിലോ അല്ലെങ്കിൽ ഏതോ പണ്ടത്തെ MLM വിജയിക്കാത്ത MLM പെട്ട് കുറച്ച് കഴിഞ്ഞ് ഗവൺമെന്റ് ബാൻ ചെയ്ത ഒരു സന്ദർഭത്തിൽ ബിസിനസ് ചെയ്ത ആളുകൾ, അവരൊന്നും ഇപ്പോഴും പുറത്തേക്ക് രംഗത്തിറങ്ങി വരുന്നില്ല. കാരണം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അവർ പോസ്റ്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാലും,
എൻ്റെ ലീഡേഴ്സ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, അത് ഉമർസ പണ്ട് ഈ ഇതിൽ പെട്ട ആളുകളുണ്ട്, അവർക്ക് പേടിയാണ് എപ്പോഴും ഇത് കുടുങ്ങോ, ഇനി ഇത് പോലീസ് പിടിച്ചുകൊണ്ടുപോകോ, ഇനി കുടുങ്ങോ എന്നുള്ള പേടി ഉണ്ടാവും. എനിക്കെന്ത് പേടിക്കാനാ? കാരണം എന്താ, ഒന്നും അറിയില്ല. മുമ്പത്തെ പിന്നെ ഒരു മണിച്ചേനെ കുറിച്ച് അറിയില്ല. മുമ്പ് മൈലൈഫ് വരുന്നതിന് മുന്നേ മൈലൈഫിന്റെ കമ്പനി വേറെ ഏതൊരു ടീം ഒരു കമ്പനി ഉണ്ടായിരുന്നല്ലോ, നടത്തിയിരുന്നല്ലോ. അപ്പൊ അതിൽ അങ്ങനെ ഒന്നും എനിക്ക് ചിന്തിക്കാനില്ല. ഞാൻ മൈ ലൈഫിലേക്ക് വന്നു, യഥാർത്ഥ പ്ലാൻ മനസ്സിലായി. അതായത് പിടിച്ചുപറിയും കബളിപ്പിക്കലും വഞ്ചനയും ഇല്ലാന്ന് മനസ്സിലാക്കി. അത് മനസ്സിലായാൽ മതി. ഞാനൊരു ഉസ്താദാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇസ്ലാം മതത്തിൽ കാര്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ദൈവം, എൻ്റെ അള്ളാഹു പഠിപ്പിച്ചത്, ഞങ്ങളെ ദൈവം പഠിപ്പിച്ചത് എന്താണ്? ഒരാളെ പിടിച്ചു പറിച്ചിട്ട് കബളിപ്പിച്ചിട്ട് വഞ്ചിച്ചിട്ട് കളവ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വരുമാനവും നമ്മളെ അക്കൗണ്ടിലേക്ക് വരാൻ പാടില്ല. സത്യത്തിൽ പറയുകയാണെങ്കിൽ മൈ ലൈഫിൽ നിന്ന് ഈ 4 വകുപ്പിൽ ഏതെങ്കിലും വരുമാനം വരുന്നുണ്ടോ? പിടിച്ചുപറി ഇവിടെ നടക്കുന്നുണ്ടോ? കബളിപ്പിക്കൽ, ഒരാളെ വഞ്ചിച്ചിട്ട് പറ്റുണ്ടോ? കളവ് പറഞ്ഞിട്ട് വരുമാനം വരുന്നുണ്ടോ? ഈ 3 രീതിയാണ് ഇസ്ലാം വിരോധിച്ചത്. ഒരാളെ പിടിച്ചു പറിച്ചിട്ട് ഈ പലിശ ഹറാമാക്കാൻ കാരണം എന്താണ്? പലിശയിൽ പിടിച്ച് നിർബന്ധിക്കലുണ്ട്, പിടിച്ചുപറിയുണ്ട്. അതുകൊണ്ടാണ് പലിശനോട് വെറുപ്പുണ്ടായിട്ടല്ല, അവിടെ നിർബന്ധിക്കലും അവിടെ പിന്നെ പിടിച്ചുപറി ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം പലിശ ഹറാമാണെന്ന് പറയാൻ കാരണം. എന്നാൽ മൈ ലൈഫിൽ എന്താ ഉള്ളത്? പിടിച്ചു പറയുന്നുണ്ടോ, കബളിപ്പിക്കലുണ്ടോ, വഞ്ചനുണ്ടോ, കളവ് പറയലുണ്ടോ? ഒരു സംഭവം ഇല്ലല്ലോ. ഇതിന്റെ മുന്നേ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. എൻ്റെ നാട്ടിലെ ഒരാളുണ്ട്, ആളെ പേര് ഞാൻ പറയില്ല. അപ്പൊ അവന് എന്നോടാണ്, ഉമറെ ഇത് എനിക്ക് പറ്റിയ പണിയല്ല, ഇനി ഒന്നും ഇത് ചെയ്യാറ്. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ? ഏത് ഗൾഫിൽ നിന്ന് ബോട്ട് ടീം നിന്നെ വിളിച്ചിട്ട് ഉപദേശിക്കാണ്, എനിക്ക് പറ്റിയ പണിയല്ല. എന്താ കാരണം ചോദിച്ചാലോ, അയാൾ പറഞ്ഞു ഇത് തട്ടിപ്പല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് നിങ്ങൾ കട്ട് ചെയ്യട്ടോ, ഞാൻ സംസാരിച്ചോട്ടെ എന്നാണ്. നിങ്ങളെ വരുമാനം എന്റെ കുഴപ്പമൊന്നുമില്ല, ഞാൻ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് കട്ട് ചെയ്യട്ടോ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾ 100 മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, കൊടുവള്ളി ഉണ്ട്, ഗൾഫിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട്. നിങ്ങൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ കിഡ്നിയും ലിവറും ഹാർട്ടും നശിപ്പിച്ചിട്ടല്ലേ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്ന്? മെഡിക്കൽ ഷോപ്പിലെ ഗുളിക കഴിച്ചിട്ട് പല പെയിൻ കില്ലറും ഒക്കെ കഴിച്ചിട്ട്, പല മാരക ഗുളികയും കഴിച്ചിട്ട് മനുഷ്യന്മാരെ ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും കഴിച്ച് നിരന്തരം കഴിച്ച് ഇവര് കൊടുത്തിട്ട് ജനങ്ങളുടെ കിഡ്നിയും ലിവറും ഹാർട്ടും ഒക്കെ ഇല്ലാതാക്കിയിട്ടാണ് ഓന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ എൻ്റെ അക്കൗണ്ടിൽ വരുമാനം എങ്ങനെയാണെന്ന് അറിയാം? നിങ്ങൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ ലിവർ നശിപ്പിച്ചില്ലേ, കിഡ്നി നശിപ്പിച്ചില്ലേ, ഹാർട്ട് നശിപ്പിച്ചില്ലേ? അവർക്കൊക്കെ ഞാൻ വെൽനസ് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസീബത്ത് മുഴുവൻ, നാശങ്ങൾ മുഴുവനും നശിപ്പിച്ചിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യാണ്? അവർക്ക് നല്ല ആഫിയത്ത്, നല്ല ആരോഗ്യം, നല്ല ശരീരം, നല്ല ജീവിതം നയിച്ചു കൊടുക്കലാണ് എൻ്റെ പണി. അപ്പൊ ഞാൻ ചെയ്യുന്ന പണി, എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം എന്താണ്? ജനങ്ങളുടെ രോഗം, അവർക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവരിൽ നിന്നും നിങ്ങൾ നശിപ്പിച്ചുണ്ടാക്കി തീർത്ത പല കംപ്ലൈന്റുകളും അത് ക്ലിയർ ആക്കിയിട്ട് റീഫ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അവരെ പുതു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നത്. നിങ്ങളെ അക്കൗണ്ടിലോ? എന്താ മൂപ്പര് മറുപടി പറയാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏത് കച്ചവടം, ഒരു മീൻ കച്ചവടമായി, പച്ചക്കറി കച്ചവടമായി, മെഡിക്കൽ ഷോപ്പായി, ഏതാണെങ്കിലും ഒരു പിന്നെ ഒരു ചായക്കടയിൽ നമ്മൾ പൊരികൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? പഴംപൊരി, കായപ്പം തന്നെ എല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇതുകൊണ്ട് മറ്റു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ പ്രിയപ്പെട്ടവര്? അവർക്ക് രോഗികളാക്കല്ലേ? ആരോന്നാ സംസാരിച്ചിട്ടുണ്ട്, ഒരു നാട്ടില് എത്ര പൊരിക്കടകളുണ്ടോ അതിനനുസരിച്ച് മെഡിക്കൽ ഷോപ്പുകളും കൂടും. കാരണം എന്താണ്? ജനങ്ങൾ മുഴുവനും രോഗികളാവാൻ കാരണം നമ്മൾ ഈ പൊരികളും കരികളും അതുപോലെ തന്നെ പലതും തിന്നിട്ട് നമ്മൾ രോഗികളാകാം. എന്നാൽ ഇനി മീന്, നമ്മൾ ഒരു മത്സ്യക്കച്ചവടം മോശമാണെന്നല്ല പറയുന്നത്. അതിൽ വിഷങ്ങൾ ഇട്ടിട്ടല്ലേ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? 100% ഒരു മീൻ കൊടുത്തിട്ട് ഇതിൽ ഒരു വിഷം ഇട്ടില്ല, നേരിട്ട് കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരികയാണ് എന്ന ആത്മാർത്ഥതയോടുകൂടി ഒരു മീൻ കച്ചവടക്കാരന് കൊടുക്കാൻ കഴിയുമോ? മനസാക്ഷിനോട് 100% ഞാൻ ചെയ്യുന്ന എൻ്റെ അക്കൗണ്ടിലെ വരുമാനം, എൻ്റെ പിന്നെ കയ്യിൽ കിട്ടുന്ന വരുമാനം ശരിയായ വരുമാനമാണ് 100% പറയാൻ ആർക്കാ കഴിയാം? ജ്വല്ലറിക്കാരന് കഴിയോ? ഒരു ജ്വല്ലറി നടത്തുന്ന ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ കളവ് അറിയാതെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്നോട് ഉമർസായിട്ട് ചോദ്യം ഞാൻ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ, കളവ് പറയാതെ ഒരാളെ ശരീരത്തിന് ഹാനികരമായ പ്രൊഡക്റ്റ് കൊടുക്കാതെ ഇന്ന് ഭൂലോകത്ത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് നിങ്ങൾ ആരെങ്കിലും, ഈ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി തേപ്പിന്റെ പണിക്ക് പോവുക, ജോലിക്ക് പോവുക, അല്ലെങ്കിൽ വേറെന്താ പണിക്ക് പോവുക. മുതലാളി ആടെ ഉണ്ടെങ്കിൽ ഒക്കെ ഉഷാറായിരിക്കും. അവിടെ മുതലാളി ഇല്ലെങ്കിൽ നമ്മളൊക്കെ ശുദ്ധന്മാരാണോ?
നമ്മൾ ലേശം വിശ്രമം കിട്ടുന്നേരം നമ്മൾ വെറുതെക്കൂലേ, മൊബൈലൊന്ന് കളിക്കൂലേ? നമ്മൾ ഒരാൾ വീട്ടിൽ തേപ്പിന്റെ പണിക്ക് പോയാൽ മൊബൈൽ കളിക്കാനാണോ നമ്മൾ പോണേ? സത്യത്തിൽ ഇത്ര മണിക്കൂർ ഞങ്ങൾ വീട്ടിൽ വന്ന് ജോലി ചെയ്യാം, അതിന്റെ വരുമാനമല്ലേ നമ്മൾ വൈകുന്നേരം വാങ്ങുന്നത്? അതിന്റെ അടുക്ക് വെച്ചിട്ട് നമ്മൾ പിന്നെ ചായ അടിക്കാനും അല്ലെങ്കിൽ കുറഞ്ഞ സമയം നമുക്ക് അനുവാദമല്ലേ? മുതലാളിക്ക് ഇഷ്ടമുള്ള സമയം, മുതലാളിക്ക് ഇഷ്ടമല്ലാത്ത സമയം നമ്മൾ 1 മിനിറ്റ് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വരുമാനം നമുക്ക് അനുവദനീയാണോ? നമ്മളെ മക്കളെ തിരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ സമയങ്ങൾ, അവർക്ക് ജോലി എടുക്കേണ്ട സമയങ്ങൾ നമ്മൾ ജോലി എടുക്കാതെ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞ് കളിച്ച് ആശാന്മാരെ കുറിച്ചൊക്കെ കുറ്റം പറയല്ലേ? ഒരു എന്ത് ചെയ്യും, ചായ അടിക്കാൻ നേരത്ത് തമാശ പറയലാണ്. ചായ അടിക്കുന്നത് വരെ ഒരു തിരിഞ്ഞു മറിഞ്ഞ് കളിച്ച് ചായ അടിക്കാൻ നേരത്ത് വിളിക്കാൻ നേരത്ത് ഒരു പെട്ടെന്ന് ഒരു പണിയെടുക്കലാണ്. സത്യത്തിൽ അത് നാട്ടുകാരുടെ ഇടയിൽ അങ്ങനെ സിസ്റ്റം വരാൻ കാരണം എന്താണ്? ഏതോ ആളുകൾ അങ്ങനെ പറയിപ്പിച്ചിട്ടല്ലേ? തേപ്പുകാരാണെങ്കിൽ എന്ത് ഇനിയാ കറക്റ്റായിട്ട് ഗവൺമെന്റിന്റെ വീട്ടിൽ പണിയുള്ളന്ന് 3 മണി പിന്നെ ഓല അലാറം വെക്കും. അലാറം വെക്കുന്ന പാട്ട് രൂപത്തിൽ അവർക്ക് പഠിക്കാറ്. അതായത് 3 മണിയായാൽ അവർക്കറിയാം ഇനി ഒരു സെക്കൻഡ് ഇവിടെ പണിയെടുക്കാൻ പാടില്ല. ഉടനെ എന്ത് ചെയ്യും? ഒരു 3 മണിയായ പിന്നെ അവിടെ ഇങ്ങോട്ട് ഒരു സെക്കൻഡ് പണിയെടുക്കൂല. അതുപോലെ തന്നെ രാവിലെ വരുന്ന ഓൾക്ക് ഒരു കറക്റ്റ് ടൈം ഉണ്ട്. എന്നാൽ നമ്മളെ ബിസിനസ് അതാണോ? നമുക്ക് രാവുണ്ടോ പകലുണ്ടോ സമയമുണ്ടോ? എന്താ നമുക്കുള്ളത്? നമ്മൾ ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളെ ടീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന നേരം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് രക്ഷപ്പെടലല്ലേ? ഇതല്ലേ ദൈവത്തിന്റെ ബിസിനസ്? അതായത് പ്രവാചകൻ പറഞ്ഞ എത്രയോ ഹദീസുകളുണ്ട്, എത്രയോ പിന്നെ ഉപദേശങ്ങളുണ്ട്. അതായത് നിങ്ങൾ തൻ്റെ സഹോദരന് വേണ്ടി, തൻ്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ സഹോദരന്റെ കൂടെ പോയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരും. എന്നാൽ നമ്മളെ പിന്നെ വിബിസാറെ ഒരാവശ്യത്തിന് വേണ്ടി രാവിലെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ആളുകൾ ആവശ്യത്തിന് വേണ്ടി സൂമിൽ ഞാൻ സംസാരിച്ചാൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സൂമിൽ അവരോട് കൂടെ യാത്ര ചെയ്താൽ എൻ്റെ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു തരും. അപ്പൊ എൻ്റെ ടീമിലെ വിജയം ഞാൻ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പോകുന്നേരം ദൈവം ചെയ്യും, എൻ്റെ ടീമിന്റെ വിജയം ദൈവം പിന്നെ ഞാൻ അറിയാതെ ഉയർത്തിക്കൊണ്ടുവരും. സത്യത്തിൽ പറയുകയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞ 100% ഈ നിങ്ങൾ പാലിച്ചു നോക്കി. നമ്മളെ ടീമല്ല, നമുക്ക് വരുമാനം വരുന്ന ടീമല്ല, മൈലൈഫ് ചെയ്യുന്ന ആരാണെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് വെച്ചിട്ടൊന്ന് ഇറങ്ങി നോക്കി. നമ്മളെ വർക്ക്, നമ്മളെ പ്രവർത്തനം ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവം നമ്മളറിയാതെ പെർഫോമൻസ് നാളെ അടിക്കുമെന്ന് വിചാരിച്ച് നിൽക്കും. ചിലപ്പോൾ നാളെ അടിക്കണ്ടാവും, പക്ഷെ ഇന്ന് വാട്സപ്പ് അല്ല സോഫ്റ്റ്വെയർ തുറന്നു നോക്കുന്നേരം നമ്മൾക്ക് പെർഫോമൻസ് അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിതല്ലാത്ത മറ്റു ടീമിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചാൽ നമ്മളെ സമയത്തിൽ ദൈവം ബർക്കത്ത് നൽകും, ഐശ്വര്യം നൽകും എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും ഈ ബിസിനസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശരിയല്ലേ? ഇങ്ങനെ ഏത് വിഷയത്തിൽ നോക്കുകയാണെങ്കിലും മറ്റുള്ളവർ ഈ കാലഘട്ടത്തിൽ, നല്ല ഭക്ഷണം കിട്ടാത്ത കാലഘട്ടത്തിൽ, നല്ല സുഹൃത്തുക്കളെ കിട്ടാത്ത കാലഘട്ടത്തിൽ, നല്ല വരുമാനം കിട്ടാത്ത കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്തിപ്പെട്ട മേഖല ഏതാണ്? രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും, ലോകത്ത് വെച്ച് ഏറ്റവും നല്ല ഫുഡ് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം നമുക്ക് തന്നില്ലേ? നിങ്ങളാരോ ചിന്തിച്ചിട്ടുണ്ടാകും? ഇത് ഞമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നതാണ്. നമ്മളുടെ കച്ചവടത്തിന് വേണ്ടി നമ്മൾ കഴിക്കാണ്ട് ആരാനെ കൊണ്ടു കൊടുക്കല്ല വേണ്ടി, ഞമ്മക്ക് രോഗം വരാതിരിക്കാൻ, ഞമ്മക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി ദൈവം ഞമ്മക്ക് സമ്മാനമായി ഞമ്മക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണം തന്നതാണ്. അതിൽ നമ്മളെ മക്കൾക്കും ഭാര്യമാർക്കും അയൽവാസികൾക്കും കൊടുത്താൽ അവർക്കും ആ ഗുണം കിട്ടും. അത് അവരെയും സെലക്ഷൻ ചെയ്യും, ആ ദൈവം നമ്മളിലൂടെ സെലക്ഷൻ ചെയ്യും. അങ്ങനെ നമ്മൾ അവരെ സെലക്ഷൻ ചെയ്ത് നമ്മൾ ഏറ്റെടുത്ത് എന്ത് ചെയ്യും, അവർക്കും വരുമാനം കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരാളെ പറ്റിക്കാതെ, വഞ്ചിക്കാതെ, കബളിപ്പിക്കാതെ, ഒരാളെയും വേദനിപ്പിക്കാതെ കിട്ടുന്ന വരുമാനം, ഈ വരുമാനം പോലുള്ള ഒരു വരുമാനം ഭൂലോകത്ത് എവിടുന്ന കിട്ടുക? ഇതുപോലെ നല്ലൊരു സ്നേഹിതന്മാരെ നമ്മൾ മതമൈത്രി, മതസഹോദരിയും ഒക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അത് സ്റ്റേജിൽ വെച്ചിട്ടാ. ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ ടീമിലല്ല വിബി സാറ് ടീമിലല്ല ഞാൻ. വിബി സാറ് കാലിൽ ഒരു മുള്ള് തറച്ച് എന്ന് കേട്ടാൽ എനിക്ക് എത്ര പ്രയാസം ഉണ്ടാവും. എന്നാൽ അനന്തേട്ട, നിങ്ങൾ കുറെ ആളുകളുണ്ട് ഈ ടീമിൽ, ഇപ്പൊ എത്ര 79 ആൾ കേൾക്കുന്നുണ്ട്. ഈ 79 ആളും കേൾക്കുന്ന അങ്ങനെ ദൈവം നമ്മൾക്കാർക്കും നൽകാതിരിക്കട്ടെ, അങ്ങനെ സംഭവം നടക്കാതിരിക്കട്ടെ. ഉമർ ഉസ്താദിന് എന്തോന്ന് പറ്റിയെന്ന് കേട്ടാൽ നിങ്ങളെ മനസ്സിൽ ശരിയായ മാനസികാവസ്ഥ എന്തായിരിക്കും? ശരിയായ മാനസികാവസ്ഥ, നമ്മൾ ഉമർ ഉസ്താദോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആ സെക്കൻഡിൽ നെഞ്ചത്ത് കൈവെക്കൂലേ? ഇതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഈ ഭൂലോകത്ത് ആരാ കൂട്ടരെ നമ്മൾ ഈ ഭൂലോകത്തുള്ളത്?
ട്രഡീഷണൽ കച്ചവടം ചെയ്യുന്നവരെ നമ്മൾ സ്നേഹിക്കോ? അവർ നമ്മൾ സ്നേഹിക്കോ? നമ്മൾ അവരെ സ്നേഹിക്കോ? ഒരു മീൻ കച്ചവടക്കാരൻ നമ്മൾ അവരെ സ്നേഹിക്കോ? അവർ നമ്മളെ സ്നേഹിക്കോ? നമ്മളെ കാര്യം കഴിഞ്ഞ് മീൻ വാങ്ങി അതോടുകൂടി എന്തെങ്കിലും പിന്നെ കേടുള്ള ഒരു മത്തി അതിലുണ്ടായാൽ നമ്മൾ അവരെ ശാപടയല്ലേ ചെയ്യുക? ഇങ്ങനെ ഏത് ടീമാണ്? അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ദൈവത്തിന്റെ ഇഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ ലഭിക്കാത്ത ഭക്ഷണം, ആർക്കും കിട്ടാത്ത ഭക്ഷണം നമുക്ക് ദൈവം സമ്മാനമായി കഴിക്കാൻ വേണ്ടി തന്ന ബിസിനസ്സാണ് മൈലൈഫ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഈ ദൈവം നമ്മൾ തിരഞ്ഞെടുത്ത്, പിന്നെ അതിൽ മറ്റൊന്നുകൂടിയുണ്ട്. അതായത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടുംബത്തിന്റെ രോഗശാന്തിക്ക് വേണ്ടി ദൈവം നമ്മൾ തിരഞ്ഞെടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഡോക്ടറാണോ? നമ്മൾ വൈദ്യരാണോ? നമ്മൾ എങ്ങനെ വിടുത്തി? നമ്മളെ പത്രാസം ഉണ്ടാ? നമ്മളെ ബാപ്പപ്പാപ്പന്മാര് പിന്നെ നമ്മളെ മാതാപിതാക്കള് പിന്നെ പഠിച്ചിട്ട് അവര് പറഞ്ഞു തന്നാ ഇങ്ങനെ ഒരു മൈലേജ് ഉണ്ടെങ്കിൽ പോയിക്കാന്ന്? ഇവിടുന്ന് നമ്മൾ പതിനായിരക്കണക്കിന് 56ഓളം കുടുംബത്തിൽ എൻ്റെ ടീമിൽ കുട്ടിയല്ലാത്ത കുടുംബത്തിൽ കുട്ടികളുണ്ടായിരുന്നു. 56ഓളം ഫാമിലി. ഇത് ഞാൻ കുട്ടികളുണ്ടാകുന്ന പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ സെലക്ഷൻ ചെയ്ത് ഉണ്ടാക്കിയതാ. ഇത്രയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഒരു കുടുംബത്തിന്റെ രോഗം മാറ്റിയില്ലേ? ഇക്കഴിഞ്ഞ ആഴ്ച തളർന്നു കിടന്ന ഒരാൾ എഴുന്നേറ്റ് കിടന്ന സംഭവം എൻ്റെ ടീമില്. അതുപോലെ തന്നെ വയറ്റിൽ മുഴയുള്ള ആള്, ഒരു ലേഡി മുഴ പോയ സംഭവം, അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇത് നമ്മൾ കാരണമായിട്ട് ആ രോഗിന്റെ രോഗം ശിഫയാക്കാൻ മാറ്റാൻ ആരാണ് കാരണക്കാരാക്കി? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മുഖേന കാരണക്കാരാക്കിയില്ലേ? അത് നല്ലൊരു ഗുണല്ലേ നമുക്ക് ഈ ലോകത്ത്? ഇനി പതിനായിരക്കണക്കിന് കുടുംബത്തിലെ അക്കൗണ്ടിൽ വരുമാനം ലഭിക്കാൻ നമുക്കൊരു അവസരം, നമ്മൾ മുഖേന കുറെ കുടുംബം രക്ഷപ്പെട്ടു പോകണില്ലേ? അതിന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തില്ലേ? ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഭൂലോകത്ത് എന്താ നമുക്ക് വേണ്ടിയത്? നമ്മൾ വല്ലതും ആയിട്ടാ? ഈ ഉമർ ഉസ്താദ് ബെൽനിസാർ ഇപ്പം പറയാനുണ്ട്, ബെൽനിസാർ ഇല്ലാതിരുന്നാൽ ഇല്ല എത്ര ആളുകളെ ബെൽനിസാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മല്ലാതിരുന്ന എത്ര ആളുകളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത്രയും നല്ലൊരു ബിസിനസ് മേഖലയിൽ നമ്മൾ എത്തിയിട്ട് ഇനിയും തിരിഞ്ഞു നോക്കാതെ നമ്മൾ മുന്നോട്ട് അന്തംകമ്മികളായി നോക്കി നിൽക്കുകയാണെങ്കിൽ അവര് ഹതഭാഗ്യരാണ്. ദൈവം അവനെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള 100% നിങ്ങൾ എഴുതി വെച്ചോ. 100%. മൈ ലൈഫിലൂടെ നിങ്ങൾ വിജയിച്ചില്ലെങ്കിൽ ദുനിയാവിൽ നമ്മൾ വിജയിക്കില്ല. നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കണ്ട. നമ്മൾ ഒരുമിച്ച് പറയാം. മൈ ലൈഫിൽ എത്തിയിട്ട് നമ്മൾ തൊള്ളയും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ ലീഡേഴ്സ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മീറ്റിങ്ങിന് വിളിച്ചാൽ അതിൽ പങ്കെടുക്കില്ല, വന്നാൽ തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ പോണ ആളുകൾ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. ഇനി ദുനിയാവിൽ വിജയിക്കാൻ വേറെ മാർഗമല്ല. ലാസ്റ്റ് വണ്ടിയാണ്. എല്ലാ ലീഡേഴ്സും പറയുന്ന പോലെ ലാസ്റ്റ് വണ്ടി. പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ കാര്യം ഞാൻ കണ്ടില്ല. ഇതിൽ പരാജയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, ബാക്കിയുള്ള ആളുകളൊക്കെ വിജയിക്കും. തന്നെ കൊണ്ടുവന്ന അപ്ലൈൻ ലീഡറെ മനസ്സ് സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ, നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ സന്തോഷിപ്പിക്കണ്ട, മുറിവേൽപ്പിക്കാതിരിക്കാം. വളരെ ശ്രദ്ധിച്ചോളി. ഇത് പിന്നെ ഉമർ ചെയ്യാത്തൊരു പണിയാണ്. അല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിക്കാൻ പറ്റിയൊരു സംസാരമാണ് ഞാൻ കൽപ്പിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ഞാൻ പറയൂ, ഞാൻ പറയുന്നത് ഞാൻ ചെയ്യൂ. അതായത് തൻ്റെ ടീമിനെ തന്നെ മൈ ലൈഫിൽ കൊണ്ടുവന്ന അപ്ലൈൻ ലീഡേഴ്സ് ആരാണോ അവരെ മനസ്സിൽ ഒരു മുറിവേൽപ്പിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടോ, ലാ സലാം, നിങ്ങൾ മൈ ലൈഫ് വിട്ട് വേറെ ഒന്ന് പണിക്ക് വയ്ക്കോളൂ. ഒരു സ്ഥലത്തും വിജയിക്കൂല. ഇനി ഏറ്റവും നല്ല മാർഗം നിങ്ങൾക്ക് വിജയിക്കണോ, മുറിവേൽപ്പിച്ച സന്ദർഭം നിങ്ങളെ മനസ്സിലുണ്ടാവും എപ്പോഴാണ്. അപ്ലൈൻ ലീഡറോട് യാതൊരു മടിയും കൂടാതെ, ഒരു എന്താ പറയുക, ഒരു ഈഗോ, ഒരു ഉളുപ്പും ഇല്ലാതെ നിങ്ങൾ അപ്ലൈൻ ലീഡറോട് പറയാ, എൻ്റെ അടുത്ത് എന്നാൽ ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ വിദ്യാഭ്യാസ കുറവുകൊണ്ട്, എൻ്റെ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്നോട് വിഷമിച്ച് പോയിണ്ടാവും നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ മനസ്സിൽ മുറിവേറ്റിണ്ടാവും. അതുകൊണ്ട് അത് വല്ലതും നിങ്ങളെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് മുതൽ ആ മുറിവ് ഉണങ്ങണം. ഇനിമേൽ ഞാൻ ഒന്നും ചെയ്യൂല. നമ്മൾ ചിലപ്പം എൻ്റെ ബ്രാഞ്ച് 2 ഞാൻ ഉഷാറായി കൊണ്ടുവന്ന് ബ്രാഞ്ച് 1 ലീഡർ നോക്കണ്ടെന്ന് ആരാ പറഞ്ഞ നിങ്ങളോട്? ആരാ നമ്മളോട് പറഞ്ഞ ലീഡർ നോക്കണ്ടെന്ന്? കൊണ്ടുവന്ന ലീഡർ പറഞ്ഞോ ബ്രാഞ്ച് 1 നിങ്ങൾ 2 നിങ്ങൾ നോക്കിക്കോ, 1 ഞാൻ നോക്കിക്കോളാം? അങ്ങനെ ഈ സിസ്റ്റം അല്ലല്ലോ. പിന്നെ എല്ലാത്ത സിസ്റ്റം നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 അല്ലെങ്കിലും നല്ലത് അതാണ്. എൻ്റെ ടീമിൽ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 ഒരു പൂച്ചക്കുട്ടിന് അയ്യൂബ് സാർക്ക് തന്നില്ല. ഇന്നവരെ അയ്യൂബ് സാറോട്, അയ്യൂബ് സാർ നിങ്ങൾക്ക് ഒരാളെയും തന്നില്ല ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മളെ ടീമിൽ നമ്മൾ പറയുമ്പോൾ കേൾക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആളെ പറ്റൂ. അപ്ലൈൻ ലീഡേഴ്സ് കൊണ്ടുവന്ന ആളുകൾ നമ്മൾ പറഞ്ഞ പോലെ ഒന്നും ഓലൊന്നും കേൾക്കുകയില്ല, നമ്മൾ അത്ര മൈൻഡും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ കൊണ്ടുവന്ന ടീമാണ്, നമുക്ക് ഒരു പെർഫോമൻസ് അടിക്കണോ, നമുക്ക് സീലിംഗ് അടിക്കാൻ നിങ്ങൾ വിചാരിക്കുക സീലിംഗ് അടിക്കാൻ ബുദ്ധിയില്ലായിട്ടാണ്?
ഞാൻ സീലിംഗ് അടിക്കാൻ ഒരൊറ്റ ആഴ്ച ഞാൻ വിചാരിച്ചാൽ മതി, എനിക്ക് സീലിംഗ് അടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ വീക്ക് ഭാഗത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഉമറുസ്താദ് എന്ന് വെച്ചാൽ ജീവന്റെ ജീവനായി കൊണ്ടെടുക്കും. ഞാൻ ചെറിയൊരു മൂളൽ മൂളിയാൽ മതി. എന്തുകൊണ്ടാണ് സീലിംഗ് അടിക്കാത്തത്? ആ സീലിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആളുകൾ മൂച്ചിമ കയറ്റിയിട്ടുള്ള ഒരു സീലിംഗ് താല്പര്യമല്ല. ഇപ്പൊ 2 കൊല്ലമായി സ്ഥിരമായിട്ട് പെർഫോമൻസ് വാങ്ങുന്ന ഇതുപോലെ ഒരു ദിവസം കേൾക്കാം ഉമർ ഉസ്താദ് സീലിംഗ് അടിച്ചിരിക്കുന്നത്. ആ സീലിംഗ് സാധാ സീലിംഗ് ആയിരിക്കില്ല, തുടർച്ചയായിട്ട് സീലിംഗ് അടിക്കും. അത് ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ആ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ടീം ശക്തമായി മുന്നോട്ട് പോവുക. എപ്പോഴെങ്കിലും ഒരു സീലിംഗ് അടിച്ച് പിന്നെ അത് ഒരു മാസമൊക്കെ വരുമാനം ഒന്നും ഉണ്ടാവില്ല. എനിക്ക് സ്ഥിരമായിട്ട് വരുമാനമുണ്ട്. 30, 35, 40, 50 ഈ തോതിലാണ് എൻ്റെ വരുമാനം, ഒരാഴ്ച മുടങ്ങാതെ. കാരണം എന്താ, അത് ഞാൻ ചെയ്ത പണി എന്താണെന്നറിയോ? ടീമിന് ഞാൻ ഏറ്റവും വലിയ ചെയ്ത ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചോളി, ലീഡേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുക. ടീമിലേക്ക് സ്നേഹം കൊടുക്കുക. ഈ ഒറ്റ മൂല്യാണ് എൻ്റെ ജീവിതത്തിൽ മൈ ലൈഫിക്കുള്ളത്. അതാണ് ഇഷ്ടം കൊടുക്കുക, സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക. അവരെത്തുന്ന പല ആരോപണവും. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രധാനപ്പെട്ട ലീഡറുകൾക്കൊക്കെ അറിയുന്ന ലീഡറാണ് നമ്മളെ മറ്റേതില്ലേ നെക്സസ് പ്രോഗ്രാം പഠിത്തം നടന്നത്. ആ പ്രോഗ്രാമിന് ഒരു പ്രയാസം ഉണ്ടായിട്ട് പ്രധാനപ്പെട്ട ഒരു ലീഡർ, ആള് പേര് ഞാൻ പറയില്ല, എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വളരെ മോശപ്പെട്ടെന്ന് തന്നെ ഇതുവരെ മൂപ്പർക്ക് ചെയ്ത ഒരു നന്മ ഓർമ്മയില്ലാത്ത വല്ലാത്തൊരു മെസ്സേജ്. ഞാൻ എന്ത് തെറ്റെയ്ത്? ഞാനോ തെറ്റും ചെയ്തില്ല. നെക്സസ് ഉള്ളതിനെ ഞാൻ ന്യായീകരിച്ചു. അതായത് സാറേ, ഈ ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ലേശം കഷ്ടപ്പാടും വിഷമങ്ങളൊക്കെ സഹിച്ചാലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോണ മെസ്സേജാണ്. അങ്ങനെ എനിക്ക് വല്ലാത്ത പ്രയാസമായി. പക്ഷെ പ്രയാസമാവാൻ പാടില്ല. ആ സെക്കൻഡ് പ്രയാസമായി. ഉടനെ ഞാൻ ബെൽനി സാറെ വിളിച്ചു. ബെൽനി സാർ എങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ബെൽനി സാർ ഒരു മെസ്സേജ് അയച്ചു തന്നു. ഉമർ ഉസ്താദ്, നിങ്ങൾക്ക് വല്ലാതെ വിഷമായില്ലേ? ഈ ഓഡിയോ ഒന്ന് കേട്ടാളി, അപ്പൊ നിങ്ങളെ പ്രയാസം തീരും. നോക്കുന്നേരം ബെൽനി സാറെ ഒരു ലീഡർ, പ്രധാനപ്പെട്ട ലീഡർ ഒരു ഓഡിയോ അയച്ചിട്ട് എന്നോട് തന്നെ കേട്ടിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് ഓർക്കത്ത് പോലും ചിന്തിക്കാതെ ഒരിക്കൽ പോലും കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ബെൽനി സാർക്ക് പ്രധാനപ്പെട്ട ലീഡർ അയച്ചു കൊടുത്താണ്. എന്താ ബെൽനി സാർ ചെയ്ത തെറ്റെന്താ? നമ്മളെ ഇതില്ലായിരുന്നു, നോളേജ് സിറ്റിയിലെ ഒരു പരിപാടി. അതിൽ ചോറ് ഭക്ഷണം കഴിക്കാൻ ലേശം തിരക്കായിപ്പോയി, ക്യൂ കൂടുതലായിപ്പോയി. വേറെ ഒരു കുഴപ്പം ബെന്നി സാർ ആ മീറ്റിംഗ് സംഘടിപ്പിച്ചാൽ ഒരു നന്ദി വാക്കായില്ല. നമ്മൾ ചിന്തിക്കേണ്ട നന്മയിലേക്കല്ലേ നോക്കണ്ടേ, പോസിറ്റീവിലേക്കല്ലേ. ഒരു ലേശം നേരം ക്യൂ നിൽക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ എന്തൊലക്കൊക്കെ മൈലേജ് ചെയ്യുന്നത് ഇട്ടറിഞ്ഞ് പോലല്ലേ. മെനിയാന്ന് ഒരാൾ മീറ്റിങ്ങിന് പങ്കെടുത്തേരം വല്ലാതെ വേർക്കുന്നു. ഉമർ ഉസ്താദ് തന്നെ വേർത്ത് വന്നു. അപ്പം ഒരാളല്ല, എൻ്റെ മോൻ തന്നെ വല്ലാതെ വേർത്ത്. അപ്പൊ എന്നോട് തന്നെ വല്ലാതെ വേർക്കുന്നു ഇപ്പൊ ചൂട്. ഞാൻ പറഞ്ഞു, മോനെ ഈല് ലേശം വേർപ്പൊക്കെ സഹിച്ചിട്ടേ ഈല് വിജയിക്കും. വേർപ്പൊന്നും ഇല്ലാതെ ഈല് വിജയിക്കാൻ കഴിയൂല. മോന് വേർക്കുന്നുണ്ടെങ്കിൽ വിജയിക്കാതിരിക്കുന്ന പുറത്തായിട്ട് ഇറങ്ങി വേറെന്തോ പണിക്ക് വയ്ക്കോ. AC കുത്തിരി ഈല് കുറച്ച് വേർക്കുകയും കുറച്ച് പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ കുറച്ച് ക്യൂ നിൽക്കേണ്ടി വരും. കുറച്ച് നെക്സസിന്റെ പോലത്തെ വലിയ പരിപാടികൾക്ക് പോയാൽ ഞമ്മക്ക് ഒരു പരിഗണനയും കിട്ടൂല. മാത്രമല്ല അവിടെ കാണുന്നത് മുഴുവൻ നെഗറ്റീവ് ആവാം, കാണുന്നത് മുഴുവൻ നമുക്ക് സുഖമുള്ളതൊന്നും ആയിരിക്കൂല. അങ്ങനൊക്കെ ഇതിൽ വിജയിക്കാൻ കഴിയും. അതിന് സൗകര്യമുള്ളത് മൈലൈഫിൽ നിന്നാൽ മതി. എനിക്ക് സുന്ദരമായി മൈലൈഫ് മീറ്റിംഗ് കഴിഞ്ഞപാട് എന്നെ ബെല്ലിസാറെ കൊണ്ടുപോയി പിന്നെ ഫുഡിന്റെ ഭാഗത്ത് കൊണ്ടുപോയി ബെല്ലി സാർക്ക് ഫുഡ് മേടിച്ചുകൊണ്ടുവന്ന് എനിക്ക് എൻ്റെ മുന്നേ കൊണ്ടുതരണം എന്ന് അങ്ങനെ ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓല് മൈ ലൈഫ് കെട്ടിപ്പൂട്ടിയിട്ട് വേറെ എന്താ പരിപാടിക്ക് വയ്ക്കുകയാണ്. മൈ ലൈഫിൽ ഇങ്ങനൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനൊക്കെ അനുഭവിച്ചാൽ മാത്രമേ മൈ ലൈഫിലേക്ക് വിജയിക്കാൻ കഴിയൂ. പറയുന്നത് മൂർച്ച കൂടിയത് കൊണ്ട് ആരും വിഷമിക്കരുത്. ഞാൻ ഏറ്റെടുത്ത വഴി അതാണ്. സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയുക. അപ്ലൈൻ ലീഡേഴ്സിനെ മുറിവേൽപ്പിച്ചിട്ടുള്ള ഒരാൾ ഇന്ന് ഈ സൂമിൽ എൻ്റെ സംസാരം 79 ആൾ കേൾക്കുന്നുണ്ട്. ഒരാൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അപ്ലൈനെ വേദനിപ്പിച്ചിട്ടുണ്ട്, മുറിവേൽപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ചെ എന്ന വാക്ക് പോലും പറഞ്ഞാൽ മതി. നമ്മൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളോട് ചെ എന്ന വാക്ക്, അയ്യേ എന്നുള്ള വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുതെന്ന്. അത് അപ്ലൈൻ ലീഡറോടും പറയാൻ പാടില്ല. അയ്യേ നിങ്ങളത് ചെയ്തോ, ഇങ്ങനത്തെ ചോദ്യം പോലും അവരെ വേദനിപ്പിക്കുന്നതാണ്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മൈ ലൈഫിലൂടെ വിജയിക്കാൻ ദൈവം ഡോറ് തുറന്നു തരണമെങ്കിൽ, വാതിൽ തുറന്നു തരണമെങ്കിൽ, ഇതിൽ വിജയിക്കില്ല എന്നിങ്ങനെ കുട്ടിപ്പാടി നടന്നാൽ പോരാ. അതിൻ്റെ വഴികൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ
ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊരു അമ്മനെ കുറിച്ച്, അച്ഛനെ കുറിച്ചിട്ട്, അല്ലെ ഉപ്പയെ കുറിച്ചിട്ട്, ഉമ്മയെ കുറിച്ചിട്ട് അങ്ങാടിയിൽ നിന്ന് കുറെ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മ എന്താ തെറ്റ് ചെയ്തിട്ടാ, എന്തോ ഒരു മോശപ്പെട്ട സംഭവത്തിൽപ്പെട്ടു. അപ്പൊ നമ്മൾ അങ്ങാടി പോയാൽ എന്ത് ചെയ്ത് കുറെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഉളുപ്പുള്ള മകനാണ് എന്താ ചെയ്യാ, ആ എൻ്റെ അമ്മേ അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, ഓഹോ എന്നിട്ട് എന്ന് ചോദിക്കാണോ ചെയ്യാ? അമ്മയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് കേട്ടാൽ എനിക്ക് കേൾക്കണ്ട, എനിക്കത് കാണണ്ട, എനിക്കത് കേൾക്കണ്ട, എൻ്റെ അമ്മയാണ് എന്ന് ചിന്തിച്ചിട്ട് പോകുന്നവനാണോ മനുഷ്യന്? അല്ല, അതിന്റെ കൂടെ കൂട്ടി നിന്നിട്ട് ആ ചർച്ചയിൽ പങ്കെടുക്കലോ. ആരാണ് മക്കള്? എന്നാ ഇത് തന്നെ അപ്ലൈൻ ലീഡറോ? അപ്ലൈൻ ലീഡറെ കുറിച്ച് ആരെന്ത് കുറ്റം പറഞ്ഞാലും എൻ്റെ അപ്ലൈനാണ്, എൻ്റെ അപ്ലൈനെ കുറിച്ച് കുറ്റം പറയുന്ന ആ സ്ഥലത്ത് പോലും നിൽക്കരുത്, മാറിപ്പോയിക്കൊള്ളുക. ഇതല്ലാതെ നമ്മൾ ഇതിൽ വേറൊന്നും ചെയ്യണ്ട. നമ്മളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത് പോലെ അപ്ലൈൻ ലീഡേഴ്സിനെയും ഗുണം ചെയ്താൽ അവർ മോശക്കാരാവാം, അവർ കള്ളു കുടിക്കുന്നവരുണ്ടാവാം, അവർ പല ദോഷികളും ഉണ്ടാവാം. പക്ഷെ നമ്മളെ മൈ ലൈഫെല്ലാം നടക്കൂല, ഞാൻ പറഞ്ഞുകൊണ്ടുവരിക. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്തിനാ അവരെ കാര്യം നോക്കുന്നത്? അല്ലെങ്കിൽ പൊതുവിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഈ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ മനസ്സിലെ ദോഷ. നമ്മളെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ മറ്റുള്ളവരുടെ ദോഷം കണ്ടെത്താൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മളെ മനസ്സ് ക്ലിയർ. അപ്പം മറ്റുള്ളവരെ ബിബി സാർ ഇന്നെ ചെയ്ത മോശമായി എന്നുള്ള അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മനസ്സ് 100% ക്ലിയർ അല്ല, എൻ്റെ മനസ്സ് എവിടെ മാറ്റാണ്ട്. മറ്റുള്ളവരുടെ കുറ്റം, എൻ്റെ സൂഫി ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച. ഒരു പട്ടി ദൂരത്ത് നിന്ന്, നിങ്ങളെ സമയമായിട്ടുണ്ടാവും, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പട്ടി ദൂരത്ത് നിന്ന് കാൽ പൊക്കാണ്. അപ്പോൾ സാധാരണ കാൽ പൊക്കൽ എന്തിനാണ്? മൂത്രമൊഴിക്കാനാണ്. അപ്പം നമ്മൾ പറയും ആ പട്ടി അവിടെ മൂത്രമൊഴിച്ചല്ലോ, പാത്തിയല്ലോ എന്ന് പറയുന്ന നേരം എൻ്റെ ഗുരു പറഞ്ഞത് എന്താണെന്നറിയോ? ആ പട്ടിയെ കുറിച്ചിട്ട് അപരാധം പറയാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ ആ പട്ടി അവിടെ കാല് പോക്കി മൂത്രമൊഴിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ പട്ടിയുടെ മുതലാളി ഒരു ഉടമസ്ഥ ഉണ്ടാവും, അദ്ദേഹത്തിന് ചിലപ്പോൾ അത് ഇഷ്ടമല്ലാതെ പോയാൽ ആ പട്ടിനെ കുറിച്ച് നീ കുറ്റം പറയുന്ന സമയത്ത് അതിന് ഒരു ഉടമയുണ്ടാവും. ആ ഉടമക്ക് ഇഷ്ടമല്ലാതെ പോയാൽ അദ്ദേഹത്തിനെ കൊണ്ട് കുറ്റപ്പെടുപ്പിക്കേണ്ടി വരും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ആ പട്ടീനെ കുറിച്ച് നിങ്ങൾ ഒരു കുറ്റാരോപണം, ഒരു മോശപ്പെട്ട ആരോപണം പറയാതെ പോയാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം? ഒരു മൃഗത്തിനോട് പോലും ഈ നിലക്ക് നമ്മൾ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ അവസ്ഥ നോക്കി. ഇനി അതെല്ലാം പോട്ടെ, നമ്മളെ ലീഡേഴ്സിന്റെ അവസ്ഥ നോക്കി. ഇത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ട് അവരെ തുള നോക്കാനാണ് നമ്മളെ കണ്ണ് എങ്കിൽ ഇതിൽ വിജയിക്കില്ല. വിജയിക്കണോ? അപ്ലൈൻ ലീഡേഴ്സ് പറഞ്ഞ വഴിയിലൂടെ മുന്നേറിക്കോളി, വലിയ വിജയം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു.